ഗവൺമെൻറ്റുകളെക്കുറിച്ച് അഥവാ ജാതികളുടെ കാലത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില പ്രവചന ഭാഗങ്ങളിലൂടെ പോവുകയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ജാതികളുടെ കാലം തികയോളം ഇസ്രായേൽ കാഠിന്യം അനുഭവിക്കും. ഞാനൊരു സഭായോഗത്തിനൊരിക്കലൊരു മെസ്സേജ് എടുത്ത കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു, ജാതികളുടെ കാലമല്ല, ജാതികളുടെ സംഖ്യയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരും. ജാതികളുടെ കാലം എന്ത്, അല്ലെങ്കിൽ ജാതികളുടെ കാലം എന്നാൽ എന്ത് എന്ന ആശയമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ കണ്ടതിങ്ങനെയാണ്, യഹൂദൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ യഹൂദൻ്റെ കയ്യിൽ നിന്ന് ദൈവം ലോകരാജ്യങ്ങളുടെ ഭരണം ജാതികൾക്ക് കൈമാറുകയും അവരുടെ ഇഷ്ടം പോലെ യഹൂദനോട് പ്രവർത്തിച്ചു കൊള്ളുവാൻ ദൈവം അവരെ അനുവദിക്കുകയും ചെയ്ത ഒരു കാലമുണ്ട്. അതിനെ ജാതികളുടെ കാലമെന്ന് വിളിക്കും. ആ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ യജമാനന്മാരോട് പറ, ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ലോകത്തെ കൊടുക്കുകയാണ്. അതിലെ പക്ഷികളെയും അതിലെ മൃഗങ്ങളെയും എല്ലാം ചേർത്ത് ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ജാതികൾക്ക് ഞാനത് കൊടുക്കുകയാണ്. ബാബേൽ രാജാവ് എല്ലാ കാലവും വാഴുകയില്ല, അതിനപ്പുറത്ത് മറ്റു ജാതികൾ വരും എന്നിത്യാദി ആശയങ്ങൾ നമ്മൾ കണ്ടു. ദാനിയേൽ പ്രവാചകൻ അടിമയായിരിക്കുന്ന കാലത്ത് ബാബേലിൻ്റെ ഒരു ചക്രവർത്തിയായിരുന്ന ബേൽഷസർ ഒരു സ്വപ്നം കണ്ടു. താൻ കണ്ട സ്വപ്നം താൻ മറന്നു പോവുകയും ചെയ്തു. സ്വപ്നം മറന്നുപോയ സാഹചര്യത്തിൽ ബാബിലോണിലുള്ള മന്ത്രവാദികളെയും ശകുനവാദികളെയും വിളിപ്പിച്ച് ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറയാൻ ആവശ്യപ്പെട്ടു. അവർക്കത് പറയുവാൻ കഴിയാതെ വന്നു. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മന്ത്രവാദികളെയും ശകുനവാദികളെയും കൊന്നുകളവാൻ രാജാവ് ഉത്തരവിട്ടു. ആ കൂട്ടത്തിൽ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 4 പേർ ഉൾപ്പെട്ടിരുന്നു. ഈ 4 പേർ ചേർന്ന് മറ്റുള്ള ആളുകളോട് കൂടെ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, രാജാവിനോട് അറിയിക്കേണ്ടതിന് സ്വപ്നം പറഞ്ഞു തരുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയും ദൈവം രാത്രി ദർശനത്തിൽ ദാനിയേലിന് അത് കൊടുക്കുകയും ചെയ്തു. ദാനിയേൽ രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, രാജാവെ, മേലാൽ സംഭവിപ്പാൻ ഇരിക്കുന്നത് എന്ത് എന്ന ചിന്ത അങ്ങയ്ക്ക് പള്ളിമെത്തയിൽ വെച്ചുണ്ടായിരുന്നു. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ദൈവം അങ്ങയെ അറിയിച്ചതാണ്. അങ്ങ് കണ്ടത് സമഭൂമിയിൽ നിൽക്കുന്ന വലിപ്പമുള്ള ഒരു ബിംബമാണ്. ആ ബിംബത്തിൻ്റെ രൂപമാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ പഠിച്ചതിൻ്റെ ഒരു റിവിഷനിലൂടെ ഓടിപ്പോവുക, എന്നിട്ട് അടുത്തതിലോട്ട് നമ്മൾ കയറാൻ പോവാം. അതിൻ്റെ തല തങ്കം കൊണ്ടായിരുന്നു, അതിൻ്റെ കൈകൾ 2 നെഞ്ചും വെള്ളി കൊണ്ടായിരുന്നു, അതിൻ്റെ വയറ് താമ്രം കൊണ്ടായിരുന്നു, അര മുതൽ തുട വരെ ഇരുമ്പ് കൊണ്ട് ആണ്, അതിൻ്റെ താഴോട്ട് കാലുകൾ ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന മിശ്രിതം കൊണ്ടുമാണ്. ഇത് രാജാക്കന്മാരെയും ഭരണങ്ങളെയും കാണിക്കുന്നതാണ്. തങ്കം കൊണ്ടുള്ള തല രാജാവ് തന്നെയാണ്. അങ്ങയുടെ കാലശേഷം അങ്ങയേക്കാൾ അല്പം കൂടെ താണ് 2ാമതൊരു രാജ്യത്വം വരും, അതിനേക്കാൾ താണ് 3ാമതൊരു രാജ്യത്വം വരും, അതിനേക്കാൾ താണ് 4ാമതൊരു രാജ്യത്വം വരും. ആ രാജ്യത്വം 2 കാലുകളായി ഇങ്ങനെ തുടർന്നു പോകും എന്നിത്യാദികൾ ദാനിയേൽ പ്രവാചകൻ മുഖേന പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവനില്ലാത്ത ഒരു ബിംബത്തിൻ്റെ രൂപത്തിലാണ് ദാനിയേലിനെ കാണിച്ചു കൊടുത്ത് രാജാവിനെ കാണിച്ചതെങ്കിലും പിന്നത്തേതിൽ ഹെബ്രിയേൽ മാലാഖ അതേ കാര്യം തന്നെ അല്പം കൂടെ വിശദമായി ജീവനുള്ള മൃഗങ്ങളുടെ രൂപത്തിൽ ദാനിയേലിനെ കാണിച്ചു കൊടുത്തു. തങ്കം കൊണ്ടുള്ള തല ഒരു സിംഹവും പറക്കുവാൻ തക്കവണ്ണം ചിറകുള്ള ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ ദാനിയേലിനെ കാണിച്ചു കൊടുത്തു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ഈ ബിംബത്തെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ മൃഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമുണ്ട്. നമ്മൾ ഇന്നലെ തൊടാതിരുന്ന ഒരു ചെറിയ ഏരിയയും കൂടെ ഞാൻ ഈ കൂട്ടത്തിലൊന്ന് തൊട്ടുപോകാം. 1-ാമത്തെ ഭരണം കാണിച്ചിരിക്കുന്നത് തങ്കം കൊണ്ടാണ്. ബാബേല്യ ഭരണമായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭരണം. ബാബേല്യ ഭരണകർത്താക്കളെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതുന്നത് സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഭരണമായിരുന്നു. ഇതിനേക്കാൾ നല്ലൊരു ഭരണം ഉണ്ടായിട്ടില്ല. ഏകാധിപതികളും അതേസമയം മാന്യതയുള്ളവരുമായ രാജാക്കന്മാർ അവരുടെ മുഴുവൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ ഭരിച്ചിരുന്ന ഒരു ഭരണമാണ് 1-ാമത്തെ ഭരണം. ഒന്നുകൂടെ പറയാം, ഏകാധിപതികളായ, സ്വേച്ഛാധിപതികളല്ല, ഏകാധിപതികളായ മാന്യരായ രാജാക്കന്മാർ ജനത്തെ ഭരിച്ചു വന്ന കാലമാണ് ബാബേല്യ ഭരണം. ബാബേല്യ ഭരണമാണ് ഭരണങ്ങളുടെ കൂട്ടത്തിലെ നല്ലത്. എന്നാൽ 2ാമത്തെ സ്ഥാനത്തേക്ക് വന്നതോടുകൂടെ അത് രാജാധികാരത്തിലല്ല പോയത്, പകരം പ്രഭുക്കന്മാർ ചേർന്ന് രാജ്യം ഭരിക്കുകയായിരുന്നു. 2ാമത്തെ ഭരണം പ്രഭുക്കന്മാർ ചേർന്ന് രാജ്യം ഭരിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിലാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് എസ്തർ രാജ്ഞി വസ്തി രാജ്ഞിക്ക് പകരം
രാജ്യസ്ഥാനത്ത് ചെന്നത്. അക്കാലത്തെ പ്രത്യേകത ഓർക്കുന്നു. രാജാവ് വസ്തുരാജ്ഞിയെ വിരുന്നുശാലയിലേക്ക് വിളിച്ചു. അവൾ വന്നില്ല. തൻ്റെ സ്വന്തം ഭാര്യയോട് എന്ത് വേണമെന്നൊരു തീരുമാനമെടുക്കാൻ രാജാവിനൊക്കാതെ വന്നു. രാജാവിൻ്റെ കോപത്തിൽ പറഞ്ഞു, മേലാൽ വസ്തി എൻ്റെ മുഖം കാണത്തില്ല. കഴിഞ്ഞു. തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ ചേർന്ന് പറഞ്ഞു, രാജാവേ, നാട് മുഴുവനും ഓഫീസേഴ്സിനെ അയച്ച് കന്യകമാരെ കളക്ട് ചെയ്യാം, അവരെ കൊണ്ടുവന്ന് അവരിൽ രാജാവിന് ബോധിച്ച ഒരാളിനെ എടുത്തോളാൻ പറഞ്ഞു. രാജാവിന് സ്വയമായിട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു. ദാനിയേൽ പ്രവാചകനെ വിടുവിച്ചെടുക്കുവാൻ ഈ കാലഘട്ടത്തിലാണ് രാജാവ് ശ്രമിച്ചത്. കാരണം ബാബേൽ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ രാജ്യത്വം ഭരണം ഏറ്റെടുത്തു. ദാനിയേൽ അന്നും യെരുശലേമിൽ തന്നെ ബാബേലിൽ തന്നെ ഉണ്ട്. ബാബേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടാതെ വണ്ണം വിടുവിക്കുവാൻ രാജാവിന് താല്പര്യമുണ്ടായിട്ടും ഒക്കത്തില്ല. മഹത്തുക്കളുടെ വാക്കോർത്ത് രാജാവിനെ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ അയച്ചു. വേറൊരു ഭാഷയിൽ ഏകാധിപതികളായ രാജാക്കന്മാർ വാണിരുന്ന ബാബേല്യ ഭരണത്തിൽ നിന്നും തരം താഴ്ന്നതായ പ്രഭുക്കന്മാർ നാട് വാഴുന്നതും അവർ കൊടുക്കുന്ന കമ്മിറ്റി കൊടുക്കുന്ന സജഷൻ അനുസരിച്ച്, കമ്മിറ്റി തന്നെ വിളിക്കാനൊക്കത്തില്ല, പ്രഭു സദസ്സ് കൊടുക്കുന്ന സജഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ മന്ത്രിമാർ കൊടുക്കുന്ന സജഷൻ അനുസരിച്ച് ഭരിച്ചേ മതിയാകൂ എന്ന രണ്ടാമത്തെ രാജ്യത്തിലേക്കും വന്നു. മൂന്നാമത്തെ ഭരണം ഗ്രീസിൻ്റേതായിരുന്നു. ഇനി ഇവിടെ സിംഹതുല്യമായ ഒരു ഭരണമായിരുന്നു ആദ്യം നടന്നത്. അവിടുന്ന് കരടിയുടെ ഭരണത്തിലേക്ക് മാറി. കരടി സിംഹത്തേക്കാൾ താണതാണ്, അതിനേക്കാൾ താഴ്ന്ന ജീവിയാണ്. അതിലേക്ക് മാറി. പൊന്നിൽ നിന്ന് വെള്ളിയിലേക്ക് മാറി. 3 ഗ്രീസിൻ്റെ ഭരണത്തിലേക്ക് വന്നു. ഗ്രീസിൻ്റെ ഭരണം വന്നപ്പോൾ സൈന്യബലമായിരുന്നു അവരുടെ വലിപ്പം. ഇവിടെ പരമാധികാരികളായ രാജാക്കന്മാർ, ഇവിടെ ആലോചന പറഞ്ഞു കൊടുക്കുന്ന സദസ്സ്, 3 സൈന്യബലം. 25 ലക്ഷം കാലാളും 10 ലക്ഷം നേവിയും മറ്റുമുള്ള ഒരു ഭയങ്കര സൈന്യബലമുള്ള ഭരണമായിരുന്നു മൂന്നാമത്തേത്. തരം താഴ്ന്നു വരികയാണ്. അതിനെ 4 തലയുള്ള പുള്ളിപ്പുലിയോട് സദൃശമായി ഉപമിച്ചിരിക്കുന്നു. ഇവിടം വരെ നമ്മൾ ഏറെക്കുറെ ഇന്നലെ ചിന്തിച്ചു. വായിക്കടിച്ചു പിടിച്ചിരിക്കുന്ന വാരിയെല്ലും ഇതും എല്ലാം നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചു. ഇന്ന് 4ാമത്തെ ഭരണത്തിലേക്ക് കയറാൻ പോവുകയാണ്. റോമൻ ഭരണത്തിലേക്ക് വരാൻ പോകുകയാണ്. റോമൻ ഭരണത്തെക്കുറിച്ച് BC 30 വരെ കൊണ്ട് അത് വന്നു. ഞാനതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ വിശദീകരണം ഇന്നിപ്പോൾ എടുത്തോളാം. അതിനെക്കുറിച്ച് ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗമെന്നാണ് ദാനിയേൽ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുക്കുന്നതായ വെളിപ്പാട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ഇത് റോമൻ ഗവൺമെന്റ് ആണെന്ന് എങ്ങനെ അറിയും? അന്ന് തന്നെ പാരലി പല ഭരണങ്ങൾ, പല രാജാക്കന്മാർ, പല രാജ്യത്വങ്ങൾ ഭൂമിയിലുണ്ട്. ഇതിനകത്ത് റോമൻ ഭരണമാണ് ദൈവം ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 4ാം ഭരണകൂടമെന്ന് എങ്ങനെ അറിയും? 62 ആഴ്ചവട്ടം കഴിഞ്ഞാൽ, ഞാൻ ആ വിഷയം ഒന്ന് ഡീപ്പായിട്ട് എടുക്കും, അന്നേരത്ത് മനസ്സിലാകും, ഒരു അഭിഷക്തൻ ഛേദിക്കപ്പെടും. ആ അഭിഷക്തൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണ്. അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നതിനെ തുടർന്ന് ദേവാലയത്തെയും പട്ടണത്തെയും നശിപ്പിച്ച് കളയുന്ന സൈന്യമുള്ള ഗവൺമെൻറ് അത് റോമൻ ഗവൺമെൻറ് ആയിരുന്നു. ലോകത്തിൽ പല ഗവൺമെൻറ്റുകളുണ്ട് ആ കാലഘട്ടത്തിൽ. അതിന് മുമ്പേ ഇങ്ങനെയൊന്നും ഇല്ല. ബാബേലിൻ്റെ കാലത്തൊക്കെ ഒറ്റ ഗവൺമെൻറ്റേ ഉള്ളൂ, കാര്യമായിട്ട് പറയാൻ വേറൊന്നും ഇല്ല. ഗ്രീസ് വരെ അങ്ങനെയൊക്കെ വന്നു. അതങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി രാജ്യങ്ങൾ പലതായി, സാമ്രാജ്യങ്ങൾ ഒരുപാടായി. റോമൻ ഭരണം നടക്കുമ്പോൾ തന്നെ ഭൂമിയിൽ വേറെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, ഭരണങ്ങളുണ്ട്. ഇതിൽ റോമൻ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നോ ബൈബിൾ പറയുന്നതെന്നോ എങ്ങനെ അറിയും? അതിനാകെപ്പാടെ ക്ലൂ ഇത് മാത്രമേ ഉള്ളൂ. 62 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം ഛേദിക്കപ്പെടുവാനിരിക്കുന്ന, 62 അല്ല 69 ഞാൻ പിന്നെ പറയും, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. 62 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം ഛേദിക്കപ്പെടുവാനുള്ള ഒരു പ്രഭു, അതിനുശേഷം ഒരു പടജ്ജനവുമായി വന്ന് പട്ടണത്തെയും ദേവാലയത്തെയും നിരോധിച്ച് നശിപ്പിക്കുന്ന സാമ്രാജ്യമാണ് 4ാമത്തെ സാമ്രാജ്യം. അത് റോമൻ ഗവൺമെൻറ് ആയിരുന്നു. കാര്യം റോമൻ ഗവൺമെൻറ്റാണ് പട്ടണത്തെ പിന്നത്തേതിൽ നശിപ്പിക്കുന്നത്. അന്ന് ഭരിക്കുന്നതും റോമൻ ഗവൺമെൻറ് തന്നെയായിരുന്നു. ഇനി നമുക്ക് ദാനിയേൽ പ്രവചനം 7-ന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. 7-ന്റെ 7-8. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. നിൽക്കട്ടെ, പുള്ളിപ്പുലിയെ കണ്ട ശേഷം, പുള്ളിപ്പുലിയാണ്, ഇറ്റ്സ് വെരി കളർഫുൾ. ആ പുള്ളിക്കാരന് 4 ചിറകുണ്ട്, 4 തലയുണ്ട്. അതിനുശേഷം അവൻ്റെ വിശദീകരണങ്ങളായിരുന്നു നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് ചിത്രീകരിച്ച കണ്ണുകളുടെ ഇടയിലത്തെ കൊമ്പ് മുതൽ
നാലായി തിരിഞ്ഞുപോയ ഭരണങ്ങൾ വരെ, 4 കൊമ്പുകളായി മാറിയത് വരെ നമ്മൾ കണ്ടു. തിരിച്ച് അങ്ങോട്ട് പോവുകയല്ല, ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഘോരവും ഭയങ്കരവും അതിബലവുമുള്ളതായ മറ്റൊരു മൃഗത്തെ കണ്ടു. ഇവൻ്റെ പേരൊന്നും ആർക്കും അറിയാൻ വയ്യ, പേരൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ആർട്ടിസ്റ്റിൻ്റെ സൗകര്യത്തിന് അങ്ങനെ ഒന്നിനെ വരച്ചു വെച്ചു. ആർട്ടിസ്റ്റിൻ്റെ സൗകര്യത്തിന്, ദാറ്റ്സ് ഓൾ. അത് കവിഞ്ഞതിനകത്ത് ഒരു പേരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. താവട്ടിച്ചൂടെ വായിച്ചാട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അതിൻ്റെ പല്ലാണെങ്കിൽ ഇരുമ്പ് പല്ല, ഒരു പ്രത്യേക പദം. റോമൻ ഗവൺമെൻറ്റിനെ കുറിച്ച് ലോകം പറയുന്നത് ഇരുമ്പ് പല്ലുള്ള ഗവൺമെൻറ് എന്ന്. രണ്ട് നിയമങ്ങൾ ഭയങ്കരം. ഇരുമ്പ് പല്ലുള്ള ഗവൺമെൻറ്, യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിന് ഇരുമ്പ് പല്ലും. പിന്നെ അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ ഇഷ്ടം പോലെ തിന്നു, അതിനിഷ്ടമുള്ളതിനെ തകർത്തു, മിച്ചമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടി. വേറൊന്നും ചോദിക്കാനില്ല, തിരുവായിക്ക് എതിർവായില്ല. ചെയ്തതാണ്, ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. പിന്നെ മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളത്. 1-ാം ഗവൺമെൻറ്റിലും 2-ാം ഗവൺമെൻറ്റിലും 3-ാം ഗവൺമെൻറ്റിലും വെച്ചും ആ കാലത്ത് ഭൂമിയിൽ വന്നിട്ടുള്ള മറ്റ് സകല ഗവൺമെൻറ്റുകളിൽ നിന്നും റോമൻ ഗവൺമെൻറ്റിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചരിത്രം അറിയാവുന്നവർക്കറിയാം. ജനായത്ത ഭരണമെന്ന ആശയം ഭൂമിയിൽ ആദ്യം കൊണ്ടുവരുന്നത് റോമൻ ഗവൺമെൻറ്റാണ്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ആ ജനപ്രതിനിധികൾ ഭരിക്കുക എന്ന ആശയം ഭൂമിയിൽ ആദ്യം കൊണ്ടുവരുന്നത് റോമൻ ഗവൺമെൻറ്റാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല സാമ്രാജ്യങ്ങളിലും വെച്ച് ഇത് വ്യത്യസ്തതയുള്ളതാണ്. ഇതൊരു പ്രത്യേക മൃഗമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഇന്നൊന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഈ ഘോരവും ഭയങ്കരവുമായ മൃഗം ഇച്ചിരി താവോട്ട് വായിക്കാമോ? അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. നിൽക്കട്ടെ, 10 കൊമ്പ് ഇതിനുണ്ടായിരുന്നു. അതിന് ഇടയ്ക്കൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഞാൻ അത്രയും ചരിത്രത്തിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ ആക്ച്വലി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരണമെങ്കിൽ, ചരിത്രമല്ലേ 4 പേര് എഴുതുന്ന 4 രീതിയിലാണ്, ഞാൻ തന്നെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരണമെങ്കിൽ 2-3 ദിവസം എടുക്കും. അപ്പോൾ ഇന്ന് ഇത് ഒക്കുകയില്ല. അതുകൊണ്ട് ഞാൻ റോമൻ ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിൻ്റെ ക്ലാരിറ്റിയിലോട്ട് കയറിയിട്ടില്ല. ക്ലിയറായിട്ട് പറയാവുന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഇതിന് 10 കൊമ്പ് എന്ന് പറയുന്നത് ഇതിനകത്തെ 10 ഘടക കക്ഷികളോ രാജാക്കന്മാരോ, അതിന് യാതൊരു സംശയമില്ല. അതിനിടയ്ക്ക് ഒരുത്തൻ കയറി വരും. അത് കയറി വരുന്നതോടുകൂടെ വേറൊരു 3 എണ്ണം നാമാവശേഷമായി ഇല്ലാതെയാകും. ഇത്രയും കാര്യങ്ങൾ ഇതിനുണ്ട്. ഇതിനൊരു 10 കൊമ്പുണ്ട്. ഇനിയും ഈ 2 കാലുകളായി വേർതിരിഞ്ഞ് ഇരുമ്പും കളിമണ്ണും കൂടെ ചേരുമെന്നൊക്കെ പറയുമ്പോഴും ഗവൺമെൻറ് മാറുന്നതായി കാണുന്നില്ല. വേറൊരു ഭാഷയിൽ റോമൻ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമസംഹിതകളുടെ കീഴിൽ നിന്ന്, പ്രത്യേകിച്ചും ആ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ജനായത്ത ഭരണമാണ്. ജനായത്ത ഭരണം ഒരാശയം കൊണ്ടുവന്നെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ 2 കാലുകൾ. അതുകൊണ്ട് അതിനെ ഒരു സെപ്പറേറ്റ് ഗവൺമെൻറ്റായി വിളിക്കുന്നില്ല. ഇതേ ആശയം തന്നെ, ജനായത്തെ ആശയം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നിശ്ചയമായും കാലിന് 10 വിരലുണ്ട്, അത് രാജാവിനെ കാണിച്ചിട്ടില്ല. പക്ഷേ ദാനിയേലിനെ കാണിക്കുമ്പോൾ 10 കൊമ്പുണ്ട് എന്ന് കാണിക്കുന്നു. അടുത്തത്, കാലിൻ്റെ പാദത്തിലാണ് കല്ല് വന്ന് അടിക്കുന്നത്. ഒരു കല്ലിനെ അടിച്ച് ഇല്ലാതാക്കുക. ഇത് അടിക്കപ്പെടുന്നതോടുകൂടെ ഏകാധിപത്യ ഭരണം മുതൽ ജനാധിപത്യം ഭരണം വരെയുള്ള 4 കാലഘട്ടങ്ങളിൽ ഭരിച്ചിരുന്ന സകല ഗവൺമെൻറ്റുകളും ഒരുമിച്ച് തകരണം. ഈ 10 വിരലുകൾ ചിത്രീകരിക്കുന്നതല്ലേ ഈ 10 കൊമ്പുകൾ എന്ന ചിന്ത വേദപണ്ഡിതന്മാർക്കില്ലാതില്ല. കാരണം ഈ 10 വിരലുകൾ എന്ന ആശയം ഇത് കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ 13-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മൃഗത്തെ കാണിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഉണ്ട് ഇതേ 10 കൊമ്പ്. എങ്കിൽ ഈ അടി കൊള്ളുന്ന കാലം, 10 കൊമ്പുകൾ ഉള്ള സാഹചര്യം, 10 വിരലുകളുള്ള സാഹചര്യം വെളിപ്പാട് പുസ്തകത്തിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, വീണ്ടും ചിത്രീകരിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ആശയങ്ങളുണ്ട്. ഇന്നത്തെ കോമൺവെൽത്തിനെ ആയിരിക്കും ഇത് പറയുന്നതെന്ന് പറയുന്നവരുണ്ട്, അല്ലെന്ന് പറയുന്നവരുണ്ട്. തീർത്ത് പറയാം, നമുക്കാർക്കും അറിയാൻ വയ്യ. അറിയാൻ വയ്യാത്തതിനെക്കുറിച്ച് പറയാതെ അറിയാവുന്നത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇതാ. ഇനി ഇതിൻ്റെ ചില ഡീറ്റെയിൽസ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പതുക്കെ കിട്ടിയത് ഞാൻ എടുക്കാൻ പോകും. ദാനിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം, ഒരുപാട് വാക്യങ്ങളുണ്ട്. ദയവായിട്ട് വായിക്കാമോ? ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച്, റോമൻ ഗവൺമെൻറ്റിനെ കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചും വിശദീകരിക്കുക.
അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. ഇവിടെ ഒരു കൊമ്പങ്ങ് മാറും, അതിന് പകരം നിന്ദ്യനായ വേറൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മാന്യനല്ല, അധികാരമുണ്ട്, നിന്ദ്യന. പിന്നെ അവന് അവർ രാജത്വത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജത്വം കൈവശമാക്കും. പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. അവൻ ഒരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കയില്ല. അവൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹതന്മാരായി വീഴും. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും. എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകയില്ല. കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ചു പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ നിൽക്കട്ടെ, ഇതിനകത്തുനിന്ന് ഇത് റോമൻ ഗവൺമെൻറ്റിനെ കുറിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. റോമൻ ഗവൺമെൻറ്റിൽ സിറിയയും ഈജിപ്തും രണ്ട് പ്രധാന സ്ഥലങ്ങളായിരുന്നു. പലതും ഇല്ലാതെ പോയി, എന്നാൽ സിറിയയും ഈജിപ്തും റോമൻ ഗവൺമെൻറ് ഭരിച്ചിരുന്ന രണ്ട് പ്രധാന സ്ഥലങ്ങളായിരുന്നു. ഈജിപ്തിലെ രാജാവായ ടോളമി ഫിനാൻസിൻ എന്ന വ്യക്തിയുടെ മകൾ ബെർണീസും സിറിയ രാജാവായിരുന്ന അന്ത്യോക്യോസും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെട്ടു. നമ്മളതവിടെ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞില്ല. ഇവർ തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെട്ടു. രാജ്യഭരണത്തിൻ്റെ സുഗമതയ്ക്ക് വേണ്ടി യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതിനാണ് അവർ വിവാഹബന്ധത്തിലേർപ്പെട്ടത്. ഒരു വട്ടമേശയുടെ വട്ടം പല രാജാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഈ യുദ്ധമൊന്ന് ഒഴിവാക്കുവാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയതെങ്കിലും മാസങ്ങൾക്കകം വിവാഹബന്ധം തകരുകയും അവർക്ക് നിലനിൽപ്പില്ലാതെ വണ്ണം അവർ തകർന്ന് മാറുകയും ചെയ്തു. ഇതിനുശേഷം അന്ത്യോക്യസിൻ്റെ മകൾ ക്ലിയോപാട്രയും ഈജിപ്റ്റ് രാജാവായ ടോമി എപ്പിപ്രാസും തമ്മിൽ വിവാഹം നടന്നു. അവരുടെ വിവാഹവും പരാജയത്തിലകപ്പെട്ടു. ഈ ചരിത്രങ്ങൾ ഇതിൻ്റെ താവട്ടിമ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. BC 63 സിറിയയും പലസ്തീനും പോംപി എന്ന രാജാവ് കീഴടക്കി. റോമയെ BC 63 റിപ്പബ്ലിക് എന്ന സ്ഥാനത്ത് നിന്ന് വീണ്ടും ഏകാധിപത്യ ഭവനത്തിലേക്ക് അദ്ദേഹം മാറ്റി. പോംപി എന്ന രാജാവാണ് അത് ചെയ്തത്. ഇതിന് ഞാൻ പറഞ്ഞായിരുന്നു, മറ്റ് സകല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പബ്ലിക്കൻ സമ്പ്രദായം അതിനുണ്ട്. ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ BC 63 പോംപി അതൊന്നുകൂടെ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹം സ്വന്തം ഭരിക്കുവാനായി ഏകാധിപത്യ ഭരണത്തിനു വേണ്ടി ഒരുങ്ങി. ഏകാധിപത്യ ഭരണമായി ജൂലിയസ് സീസർ ഇതിനെ എതിർത്തു. ജൂലിയസ് സീസർ രാജാവായി വന്നതോടുകൂടെ ബ്രിട്ടനെ അദ്ദേഹം കീഴടക്കി. ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ആ ജനായത്ത ഭരണം, ഇതിനോടകം ബ്രിട്ടീഷുകാരതെടുത്തു, ആ ജനായത്ത ഭരണത്തിന് ഒത്തവണ്ണം ഉണ്ടായിരുന്ന അവരുടെ ഒരു സിനഡ് ഈ ജൂലിയസ് സീസറെ ചക്രവർത്തിയായി അവരോധിക്കുകയും വീണ്ടും ജനായത്ത ഭരണത്തിൽ റോം മടങ്ങി വരികയും അങ്ങനെ താനാണ് ജനായത്ത ഭരണപ്രകാരം സാക്ഷാൽ ജനപ്രതിനിധികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയിലത്തെ ഒന്നാമത്തെ രാജാവ് എന്ന് താൻ അവകാശപ്പെടുകയും ചെയ്തു. BC 27 സെനറ്റ്, അതേ സെനറ്റ് തന്നെ ഔഗസ്റ്റിയോസ് കൈസർക്ക് പദവി കൊടുക്കുകയും
അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. ഈ ഔഗസ്ത്യൂസ് കൈസറുടെ കാലത്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. നമ്മൾ മറ്റേ വാക്യങ്ങൾ വായിക്കാൻ പോവാണ്. ഇവർ തമ്മിലുള്ള വിവാഹവും വാഴ്ചയും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ചരിത്രം എന്നുള്ളതല്ല, ചരിത്രം ഒന്ന് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യണം. എനിക്ക് തന്നെ എടുക്കും കുറച്ച് സമയം. 2 പുസ്തകങ്ങളിൽ ഒരുപോലെ അല്ല എഴുതിയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇതിലേതാ ശരിയെന്നും എനിക്കറിയാൻ വയ്യ, ആർക്കും അറിയാൻ വയ്യ. കാര്യം നമ്മളാരും അന്ന് ജീവനോട് ഇരിപ്പില്ല. പിന്നെ കിട്ടുന്നതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ എടുക്കുന്നത്. ഇത്രയും വെച്ചുകൊണ്ട് ഇനിയും വായിച്ചാൽ നമുക്ക് ബാക്കി വാക്യങ്ങളൂടെ മനസ്സിലാകും. ഒന്നുകൂടെ വായിക്കാമോ കുഞ്ഞെ ദയവായിട്ട്? ബാക്കി വായിക്കാമോ? ദാനിയേൽ 11:21 മുതൽ എത്ര വരെ വന്നു? ബാക്കിയോടെ വായിച്ചോ 35 വരെ. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവൻ അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവൻ്റെ അനുചാരികളായിരിക്കും. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. ഞാൻ ഉദ്ദേശിച്ച വാക്യം അവിടെ ഇത് കിട്ടിയില്ല. 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ നോക്കി. ദാനിയേൽ 8:23 മുതൽ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച വാക്ക് ഇവിടെയും കിട്ടിയില്ല. തെക്കേ ദേശത്തിലെ രാജാവ് വടക്കേ രാജ്യത്തിലെ രാജാവിൻ്റെ മകളുമായി ബന്ധപ്പെടുന്നതും മറ്റും ദാനിയേൽ പ്രവചനത്തിലുണ്ട്. എനിക്ക് ആ വാക്യം കിട്ടിയില്ല, സോറി. ഈ വായിച്ചിടത്തല്ലത്. ഓക്കെ, ഈ പേരുകൾ അവിടെ ഇല്ലെങ്കിലും ഞാൻ ആ പേരുകൾ എടുത്തു വായിച്ചു. ഇത് റോമൻ ഗവൺമെൻറ്റിനെ കുറിച്ചാണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ അങ്ങ് വിടുക. കാര്യം നമുക്കിനി വേറെ 1-2 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇനി ഞാൻ വാക്യം തപ്പാൻ പോയാൽ സമയമെടുക്കും. റോമൻ ഗവൺമെൻറ് ആയിരിക്കും ഏറ്റവും അവസാനം. അതിനകത്ത് ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്ന് കിടക്കുന്നത് പോലെ ദരിദ്രജനങ്ങളും ധനികരും പണ്ഡിതരും പാമരരും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ജനായത്ത ഭരണ സമ്പ്രദായത്തിൽ വരികയും ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന കളിമണ്ണിൻ്റെ തകർച്ചയും അതേ സമയത്ത് നിയമത്തിൻ്റെ കാഠിന്യത്താൽ ഇരുമ്പിൻ്റെ ബലവും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന 11:5 സോറി വായിച്ചാട്ട് ദയവായിട്ട്. അങ്ങനെയാണെങ്കിൽ 11:1 മുതൽ അങ്ങ് വായിച്ചു. 11:1 മുതൽ അങ്ങ് വായിച്ചു. ഞാനോ മേദ്യനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം. പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ
ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ച് പോകും. അത് അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവൻ്റെ രാജ്യത്ത് നിർമ്മൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായി തീരും. കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കയില്ല. അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയുമില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായിത്തീരും. എന്നാൽ അവനു പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച തൈയായ ഒരുവൻ എഴുന്നേൽക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗങ്ങളാണ് ഇത് റോമൻ ഗവൺമെൻറ് തന്നെയായിരുന്നു എന്ന് തീർത്ത് തെളിയിക്കുവാൻ, ചരിത്രത്തിൽ നിന്ന് എടുക്കുവാൻ ദാനിയേൽ പ്രവചനത്തിലെ റെഫറൻസസ്. റോമൻ ഗവൺമെൻറ്റിൻ്റെ തത്വമായിരുന്നു ജനായത്ത ഭരണം. ആ ജനായത്ത ഭരണകാലത്ത് സ്വർഗസ്സനായ ദൈവം ഒരിക്കലും ഇളകാത്ത രാജ്യത്വം സ്ഥാപിക്കേണ്ടതിന് കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് ഈ ബിംബത്തെ ഇടിച്ച് നശിപ്പിക്കും എന്ന് കണ്ടു. അതാണ് ഘോരവും ഭയങ്കരവുമായ മൃഗം. അത് തന്നെയാകണം 10 കൊമ്പുള്ള വെളിപ്പാട് പുസ്തകത്തിലെ മൃഗം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനവും ദാനിയേൽ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനവും നമ്മൾ വിചാരിക്കുന്ന അത്രയും സിമ്പിളല്ല. അതുകൊണ്ട് സംഭവിച്ച് കഴിഞ്ഞാൽ ചരിത്രവും ഇന്നതാണ് നടന്നത് എന്ന് കണ്ടുപിടിക്കാമെന്നല്ലാതെ നാളെ ഇന്നത് സംഭവിക്കും എന്ന് തീർത്തു പറയാൻ ഒക്കത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. നാളെ ഇന്നത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാവുന്ന പല പുസ്തകങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്. പക്ഷേ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും അതിനേക്കാളും അപ്പുറത്താണ്. ചരിത്രത്തിൽ നിറവേറി കഴിയുമ്പോൾ ഇതായിരുന്നല്ലോ പുസ്തകത്തിൽ പറഞ്ഞത് എന്ന് മനസ്സിലാകുമെന്നല്ലാതെ പുസ്തകത്തിൽ കണ്ടത് വായിച്ചുകൊണ്ട് ഇതായിരിക്കും ചരിത്രം വരാൻ പോകുന്നതെന്ന് തീർത്തു പറയാൻ ഒക്കാത്ത അത്ര പ്രയാസമുള്ളതാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. ആരെല്ലാം വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ചരിത്രം അതിനനുസരിച്ചല്ല പോയത്. പക്ഷെ ചരിത്രം നിറവേറി കഴിയുമ്പോൾ കറക്റ്റായിട്ട് പഴയതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. അതാണ് 2 പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ 10 കൊമ്പുള്ള ജീവിയും ഈ ദാനിയേൽ പ്രവചനത്തിലെ ജീവിയും ഘോരവും ഭയങ്കരവുമായ മൃഗവും ഒന്നായിരിക്കാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തിയത്. ഒന്നാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തിയത് അതുകൊണ്ടാണ്. ഇനി എനിക്കിതിനേക്കാൾ പ്രധാനമുള്ള അടുത്തൊരു പോയിന്റിലേക്ക് വരാൻ പോകുകയാണ്. ദയവായിട്ട് നോക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 21-ാം വാക്യം. നമ്മൾ അല്പം കൂടെ ഗൗരവമുള്ള ഒന്നിലേക്ക് വരികയാണ്. ഭരണം ഇവിടം കണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് അവിടെ വന്നിട്ടില്ല. ഭരണം ഇവിടം കണ്ട് നിൽക്കുക. ജാതികളുടെ കാലം ഒരു പരുവത്ത് നിൽക്കുക. ഇവിടുത്തെ പടം അനുസരിച്ച് ഇതേ നിൽക്കുക. ഏറാണ്ട് ഇവിടെയുണ്ട്. ദാനിയേൽ 9:21. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. നിൽക്കട്ടെ, ഹെബ്രിയേൽ ദാനിയേലിനോട് ഒന്നുകൂടെ അടുത്ത് വരിക. ദാനിയേൽ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ 70 വർഷം കൊണ്ട് ഇസ്രയേലിന് വിമോചനമായി. ഇതോടുകൂടെ മശിഹ വരികയും രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്യുമെന്നായിരുന്നു. 70 ആഴ്ചവട്ടം കൊണ്ട് ഇസ്രയേലിനൊരു വിടുതൽ ലഭിച്ചു. ബാബേൽ രാജാക്കന്മാരെ തട്ടിയേച്ച് മെൻഡോപേഷ്യൻ രാജാക്കന്മാരെ കൊണ്ടുവന്ന് ദൈവം ഇസ്രയേലിന് ഭാഗികമായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തെങ്കിലും മശിഹ രാജ്യം വന്നില്ല, ദൈവരാജ്യം ഭൂമിയിലായില്ല എന്നത് ദാനിയേലിനെ കണ്ടമാനം തളർത്തി. ആ ആശയം മനസ്സിലായോ? 70 ആഴ്ചവട്ടം കൊണ്ട് നിനക്കും നിൻ്റെ ജനത്തിനും വിടുതലാണ് എന്ന യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രവചനം ദാനിയേൽ അതുപോലെ വിശ്വസിച്ചു. താൻ രാജ്യത്തെല്ലായിടവും ജനത്തെ അറിയിച്ചു, 70 വർഷം കൊണ്ട് മശിഹ രാജ്യം മടങ്ങി വരും, നമ്മൾ മടങ്ങിപ്പോവും, യെരുശലേമിൽ പോവും. മശിഹ രാജ്യം വന്നില്ല, ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇവർ യെരുശലേമിൽ പോയി. പക്ഷേ മശിഹയുടെ രാജ്യം ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മെൻഡോപേഷ്യൻ ഗവൺമെൻറ്റിൽ രാജാവിന് ദാനിയേലിനെ വിടുവിക്കാൻ താല്പര്യമുണ്ടായിട്ടും വിടുവിക്കാൻ ഒക്കത്തില്ല. കാര്യം മഹത്തുക്കൾ തീരുമാനിക്കാതെ ഒക്കുകയില്ല. അതുകൊണ്ട് രാജാവ് മോതിരം കൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയ്ക്ക് മുദ്ര വെച്ച് ദാനിയേലിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ മാറിയിരിക്കുക. ദാനിയേലാണെങ്കിൽ മശിഹ രാജ്യം വരാഞ്ഞതുകൊണ്ട് ഞാനിതുവരെയും വിളിച്ചു പറഞ്ഞതും പ്രസ്താവിച്ചതും തെറ്റിയോ, ദൈവവചനം തെറ്റിയോ, താൻ അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുക. ആ ദാനിയേലിനെ ആശ്വസിപ്പിക്കുവാൻ തേണ്ട ഹെബ്രിയേൽ മാലാഖ വീണ്ടും വന്നു. ഇനിയും ഹെബ്രിയേൽ മാലാഖ വന്ന് പറയുന്ന പദങ്ങൾ ശ്രദ്ധിച്ചാലും തവിട്ട് വായിച്ചു. അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു.
നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഒന്ന് നിൽക്കട്ടെ, ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് നീ പറഞ്ഞല്ലോ. ഇത് ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതാണ്. ഇതിനകത്ത് ഒത്തിരി ഗൗരവമാണ്. 4 മണിക്ക് നിർത്തിക്കോളാം. ഏതാണ്ട് 30 ശിഷ്ടം മിനിറ്റുകളുണ്ട്. അത്രയും നേരം കൊണ്ട് ആ ഒരൊറ്റ പോയിൻ്റ് ഒന്ന് ഗ്രഹിച്ച് കിട്ടിയാൽ ഭയങ്കര കാര്യമായി. ഞാൻ ഒരുപാട് നാളുകളായി പറയാൻ ആഗ്രഹിച്ചതാണ്. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഇന്ന് നീ കാണത്തക്കതുപോലെ മശീഹ രാജ്യം സ്ഥാപിച്ചെടുക്കാനല്ല, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനും പാപം നീക്കുവാനും ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തുവാനും വേണ്ടി നിന്റെ ജനത്തിനും യെരൂശലേമിനും 70 ആഴ്ചവട്ടം നിയമിച്ചു. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവവചനത്തിലെ ഏത് പ്രവചനത്തിലും ഒരു പൂർണ്ണ നിവർത്തീകരണവും അനേക ഭാഗിക നിവർത്തീകരണങ്ങളും ഉണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം, ദൈവവചനത്തിലെ ഏത് പ്രവചനത്തിലും, കാര്യം ദൈവമായി ഇത് പറയുന്നത് മനുഷ്യനല്ല, നമ്മുടെ ഒന്നും വാക്കുകൾ പോലെ അല്ല. ഇറ്റ്സ് ടു റിച്ച്. അതിന് ഒരു പൂർണ്ണ നിവർത്തീകരണവും അനേക ഭാഗിക നിവർത്തീകരണങ്ങളും കാണും. 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു ഭാഗിക നിവർത്തീകരണമാണ് നിന്റെ ജനത്തിന് യെരൂശലേമിൽ തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ ഇതിനൊരു പൂർണ്ണ നിവർത്തീകരണമുണ്ട്. ആ പൂർണ്ണ നിവർത്തീകരണത്തിൽ എത്തണമെങ്കിൽ അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം, അതിക്രമക്കാരുടെ അതിക്രമം തടയണം, ഭൂലോകത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനോടകം നടക്കാനുണ്ട്. ഇനിയും വായിച്ചാട്ടതാവട്ടെ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഇവിടെ ഒരു വാചകം കൂടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തർജ്ജിമയിൽ 100% തെറ്റു വന്നുപോയ ഒരു ഏരിയയാണിത് മലയാളത്തിൽ. ഇംഗ്ലീഷിലും അല്പസ്വല്പം തർജ്ജിമ പെശമുണ്ട്. ഡാർബി എന്നയാൾ വേദപുസ്തകം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ഡാർബിയുടെ ട്രാൻസ്ലേഷനിൽ അദ്ദേഹം തന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എബ്രായ ബൈബിൾ എടുത്ത് നോക്കിയാൽ അത് അങ്ങനെ തന്നെ കാണാൻ നോക്കും. ഡാർബിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജനത്തിനും യെരൂശലേമിനുമായി 62 7 അധികം 62 സമം 69 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. 69 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോൾ 7 അധികം 62 സമം 69 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. 70 ആഴ്ചവട്ടമാണ് ആകെ. ഇതിനകത്ത് 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഒരു സംഭവം നടക്കും. അന്ന് അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. പിന്നെ വരുവാനിരിക്കുന്ന പടജ്ജനം, പിന്നെ വരുവാനിരിക്കുന്ന ഗവൺമെൻറ് ഈ നാടെല്ലാം നശിപ്പിക്കും. 70ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞ് ഈ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനു മുമ്പേ ഞാൻ പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. ചില തെളിവുകൾ എടുക്കാൻ എനിക്ക് ഒത്തില്ല. ഇന്നാദ്യമായിട്ടാണ് ചർച്ച് കംപ്ലീറ്റ് ഇവിടെ ഇല്ലെങ്കിലും പരസ്യമായിട്ട് ഇന്നാദ്യമാണ് ഞാൻ ഈ കാലക്കണക്കുകൾ കൊണ്ടുവരുന്നത്. എനിക്ക് 1-2 എണ്ണം കൂടെ കിട്ടാനുണ്ട്. ഞാൻ ഒരിക്കലും ടി കെ സന്തോഷ് പാസ്റ്ററോട് പറഞ്ഞായിരുന്നു, പുള്ളി ബൈബിൾ സ്കൂളിലൊക്കെ പോയതാണ്, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എനിക്ക് ബാക്കി വിവരം കൂടെ എടുത്തു തരണമെന്ന്. ആരെങ്കിലും അങ്ങനെ പരിചയമുള്ളവരുണ്ടെങ്കിൽ ദയവായി ഹെൽപ്പ് ചെയ്താൽ നല്ലതാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ ദൈവം എപ്പോഴും 70 അല്ലെങ്കിൽ 7 എന്നൊരു കാര്യം ഒരു കണക്ക് വെക്കും. എന്നോട് ദൈവം ഒരു 7 വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇതിനകത്തുനിന്നൊരു 2, 3, 5, 7 വർഷം ഞാൻ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുപോയാൽ അത്രയും വർഷം ദൈവം ക്യാൻസൽ ചെയ്യും. ബാക്കി സമയം അക്കൗണ്ട് ചെയ്യത്തുള്ളൂ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം 70 എന്നത് ദൈവത്തിനൊരു പ്രധാന കണക്കാണ്. 70 വർഷങ്ങൾ എന്നത് ദൈവത്തിനൊരു പ്രധാന കണക്കാണ്. ദൈവം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് മുതൽ, അബ്രഹാമിനെ ദൈവം വിളിച്ചെന്തോ പറഞ്ഞ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഹിത്യർ, എബൂസിയർ, ഹിവ്യർ എന്നിവർ വസിച്ചു വരുന്ന ദേശത്തെ, പാലും തേനും ഒഴുകുന്ന ദേശത്തെ ഇതാ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, വാ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചു. നിനക്ക് നിൻ്റെ സന്തതിക്കും തന്നിരിക്കുന്നു, വാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. 70 വർഷം കൊണ്ട് ചെല്ലേണ്ടത്, പക്ഷെ ചെന്നില്ല.
അവിടെ മുതൽ ഇസ്രയേലിനെ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയം വരെ നോക്കിയാൽ 705 വർഷമുണ്ട്. 505 വർഷമുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ച ദിവസം മുതൽ വാഗ്ദത്ത ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ദൈവം വിളിച്ച ദിവസം മുതൽ എന്തു പറഞ്ഞാൽ വിളിച്ചത്? നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി അനുഭവിപ്പാൻ ഹിത്യർ, ഹിവ്യർ, യെബൂസ്യർ മുതലായി ജാതികൾ പാർത്തു വരുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ചു. പക്ഷേ സത്യത്തിലെ വിളി ഇഫക്റ്റീവായത് എന്താണെന്നറിയാവോ? മിസ്രയീമിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുമ്പോൾ ഒരു അബ്രഹാമിന് അന്നേ സന്തതി ഉള്ളൂ. ദൈവം പറയുന്ന സന്തതിയില്ല. ആബീബ് മാസം 15-ാം തീയതി ഇസ്രയേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്ന ദിവസം വരെ, അബ്രഹാമിനെ വിളിച്ച ദിവസം മുതൽ ആബീബ് മാസം 15-ാം തീയതി രാവിലെ യുദ്ധസന്നദ്ധരായി ജനം പുറപ്പെടുന്നത് വരെ എക്സാക്ട്ലി 505 വർഷം. 505 വർഷം. ഞാനിതിനിടയ്ക്ക് ഒരു കണ്ണി വിട്ടുപോയി. എക്സ്ക്യൂസ് മീ, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, ഒരു കണ്ണി വിട്ടുപോയി. ആഴ്ചവട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. 70 ആഴ്ചവട്ടം എന്ന് എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ, 70 ആഴ്ചവട്ടം എന്ന് എവിടെ എല്ലായിടത്തും പറയുന്നത്. 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ഗുണം 7 സമം 490 ദിവസങ്ങളാണ്. ഇസ്രയേൽ ജനത്തിന് പ്രവചനത്തിൻ്റെ ഒരു ദിവസം അവരുടെ ഒരു വർഷത്തിൻ്റെ തുല്യമാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാൻ നോക്കാം. ദൈവം എന്നോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം 3 വർഷം കഴിയുമ്പോൾ കൊണ്ടുവന്നു. ഞാനൊരു യഹൂദനാണെങ്കിൽ ഒരു യഹൂദനോട് 3 ദിവസം എന്ന് കർത്താവ് പറഞ്ഞാൽ അത് ആ പ്രവചനവാദത്തിൻ്റെ ഭൗതിക അർത്ഥം 3 വർഷമെന്ന്. 3 വർഷമെന്ന് പറയുമ്പോൾ 365 ദിവസം വീതമുള്ള വർഷമല്ല, 360 ദിവസം വീതമുള്ള വർഷമാണ്. കാര്യം യഹൂദൻ്റെ ഒരു വർഷത്തിന് 360 ദിവസമേ ഉള്ളൂ. അവർ ചന്ദ്രമാന മാസങ്ങളാണ് കണക്ക് കൂട്ടിയിരുന്നത്. ആകപ്പാടെ 30 ദിവസമേ ഉള്ളവർക്ക് ഒരു മാസത്തിന്. എല്ലാ മാസത്തിനും 30 ദിവസം വീതമേ ഉള്ളൂ. അങ്ങനെ 12 ഗുണം 30 സമം 360 ദിവസങ്ങളെയാണ് ഒരു ദിവസം എന്ന് പ്രവചനത്തിൽ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ഗുണം 7 സമം 490 വർഷമെന്നാണ്. 490 വർഷമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതൽ 70 ആഴ്ചവട്ടം കൊണ്ട് 490 വർഷം കൊണ്ട് തൻ്റെ സന്തതി ആ ദേശത്തേക്ക് പോകണം. കാര്യം അബ്രഹാമിനോട് ഒറ്റയ്ക്ക് പോകാനല്ല പറഞ്ഞത്, നിനക്കും നിൻ്റെ സന്തതിക്കും ഞാനത് തരാൻ പോവാം. സന്തതി ഇറങ്ങിത്തിരിക്കേണ്ടത് സത്യത്തിൽ 490 വർഷം കഴിയുമ്പോഴാണ്. പക്ഷെ പോയത് എന്താണെന്നറിയാമോ? 505 വർഷം കഴിഞ്ഞ് ഒരു 15 വർഷം മിസ്സായി. ഈ 15 വർഷം എതിലെയാണ് പോയത്? അബ്രഹാം ക്ഷാമം ഭയന്ന് ദൈവത്തോട് അനുവാദം വാങ്ങിക്കാതെ ഒരു 15 കൊല്ലം മിസ്രൈമിൽ പോയി നിന്നു. തമ്പുരാനതങ്ങ് കേട്ട് ചെയ്തു. അത്ര മനസ്സിലായോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഇതാ ദേശം തന്നിരിക്കുന്നു. ഇപ്പോൾ അത് ക്ലിയറായി. ദേശം തന്നിരിക്കുന്നു. ആ ദിവസം മുതൽ സത്യത്തിൽ തൻ്റെ സന്തതി ഇറങ്ങിത്തിരിക്കുന്നത് എന്നാ? മിസ്രൈമിൽ നിന്ന്. ആബീബ് മാസം 15-ാം തീയതി ഇറങ്ങുന്നത്. ആ ദിവസം വരെയുള്ള സമയമെടുത്താൽ 505 വർഷമുണ്ട്. തീരേണ്ടത് 470 വർഷം കൊണ്ടായിരുന്നു, 490 വർഷം കൊണ്ടായിരുന്നു തീരേണ്ടത്. പക്ഷെ തീർന്നത് 505 വർഷം കൊണ്ടാണ്. ഈ 15 വർഷം എന്തുകൊണ്ട് എക്സ്ട്രാ എടുത്തു? അബ്രഹാം ക്ഷാമം ഭയന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാതെ 15 കൊല്ലം മിസ്രൈമിലോട്ട് പോയി. തമ്പുരാനതങ്ങ് കട്ട് ചെയ്തു. ബാക്കി 490 വർഷം കിട്ടി. 2, ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവരെന്തിനാണ് ഇറക്കിക്കൊണ്ട് വന്നത്? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരാരാധനയ്ക്ക് വേണ്ടി യെരുശലേമിൽ വന്ന് മന്ദിരം പണിയുന്നത് വരെക്കൊണ്ട് ഈ 490 വർഷമേ ആകാവൂ. 490 ദൈവത്തിൻ്റെ ഓരോ ഇടപെടലിൻ്റെയും വർഷം. പക്ഷേ 601 വർഷം കഴിയുന്ന അന്നാണ് അവർ മന്ദിരം പ്രതിഷ്ഠിക്കുന്നത്. ദൈവം മിസ്രയീമിൽ നിന്ന് അവരെ ഇറക്കുന്നത്, ഒന്നുകൂടെ ആവർത്തിക്കാം, ആബീബ് മാസം 15-ാം തീയതി അവരെ ഇറക്കുന്നത് എന്തിനാണ്? എൻ്റെ ജനം എന്നെ ആരാധിക്കുവാൻ എൻ്റെ ആദ്യജാതനെ വിട്ടയക്കും. ആരാധനയ്ക്ക് വേണ്ടി ദേവാലയം പ്രതിഷ്ഠിക്കുന്നത് വരെ 601 വർഷങ്ങൾ പോയി. പക്ഷേ അതിനിടയ്ക്കുള്ള 111 വർഷങ്ങൾ വ്യത്യസ്ത ജാതികൾക്ക് അടിമകളായി ദൈവകുമാരെ വിറ്റു. പാപം നിമിത്തം വ്യത്യസ്ത ജാതികൾക്ക് അടിമകളായി ദൈവം അവരെ വിറ്റു. 111 വർഷം. 601 നിന്ന് 111 പോയാൽ വീണ്ടും കിട്ടും 490 വർഷം. ദൈവത്തിൻ്റെ ഇടപെടൽ 770കളാണ്, 490 വർഷങ്ങളാണ്.
ഈ 490 വർഷങ്ങൾക്കിടയിൽ ഓരോ ഘട്ടമായി ഈ 490 വർഷങ്ങൾക്കിടയിൽ അവർ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടു നടന്നാൽ ആ കാലഘട്ടത്തെ ദൈവം അങ്ങ് ക്യാൻസൽ ചെയ്യും. ദൈവം ഒരു പീരീഡ് അവരെ ശിക്ഷിക്കും. ആ ശിക്ഷാ പീരീഡ് ദൈവം അങ്ങ് ക്യാൻസൽ ചെയ്യും. അടുത്തത് ദേവാലയ പ്രതിഷ്ഠ മുതൽ BC 455 മാർച്ച് മാസം 14 വരെ, ഞാൻ ആ കണക്ക് പിന്നെ പറഞ്ഞോളാം. വീണ്ടും കിട്ടേണ്ടത് 490 വർഷമാണ്. പക്ഷേ 560 വർഷമായി. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞോളാം. 560 വർഷമായി. ഈ 560 വർഷത്തിന് ഇടയ്ക്ക് ഒരു 70 വർഷം ഇവരെ ശിക്ഷിച്ച് ബാബേലിൽ അയച്ചിരുന്നു. അങ്ങനെ ബാബേലിൽ കിടന്ന് 70 വർഷം പോയാൽ വീണ്ടും 490 വർഷം കിട്ടും. ദൈവത്തിൻ്റെ കണക്ക് എവിടെയെങ്കിലും എടുത്താൽ ഇസ്രയേലുമായുള്ള ദൈവിക ഇടപെടൽ എന്നും 490 വർഷങ്ങൾ വീതമാണ്. ഇതിനകത്ത് അവർ ദൈവത്തിൻ്റെ പദ്ധതി വിട്ടു പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിക്കുന്ന കാലഘട്ടം ദൈവം അങ്ങ് തള്ളിക്കളയും. ഈ കൂട്ടത്തിൽ പെടുത്തുകയില്ല. അതിനെ ഇതിനകത്തുനിന്ന് അങ്ങ് എടുത്തു മാറ്റും. ഇനി നിനക്കും നിൻ്റെ ജനത്തിനുമായി 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. 490 വർഷങ്ങൾ നിനക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു. ഇതിൽ 69 ആഴ്ചവട്ടം തികയുമ്പോൾ ഒരു സംഭവം നടക്കും. അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്. അഭിഷക്തനായ പ്രഭു. അവിടെ മുതൽ ദൈവം ഇസ്രയേലിനെ അങ്ങ് തള്ളി. ആ കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം എന്ന് വിളിക്കുന്നത്. ജാതികളുടെ കാലം ഗവൺമെൻറ്റുകളുടെ താരതമ്യത്തിൽ നമ്മൾ എടുത്തു വന്നു. ആ കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം എന്ന് ദൈവം വിളിക്കുന്നത്. ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞു. ആ ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞ കാലം 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിലുള്ള ഒരു നീണ്ട വർഷക്കാലങ്ങളാണ് ഞാനും നിങ്ങളും ഈ മണ്ണിൽ താമസിക്കുന്നത്. എന്തിനാണ് ദൈവം ഈ 490 വർഷങ്ങൾക്കിടയിൽ 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഒരു കാലഘട്ടം വേർതിരിച്ചത്? ദൈവത്തിൻ്റെ നിത്യതയുടെ പ്ലാനിൽ യഹൂദനെ മാത്രമല്ല, ജാതികളിൽ നിന്ന് ഒരു വലിയ സംഖ്യ ദൈവത്തെങ്കിലേക്ക് ചേർക്കാൻ തീരുമാനിച്ചു. നമ്മെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കാഠിന്യം കൊടുത്തുകൊണ്ട് നമ്മളെ ദൈവം അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ് 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിലെ ഈ നിക്ഷിപ്ത കാലഘട്ടം. ഇതെത്ര നാൾ പോകും നമുക്കറിയാൻ വയ്യ. ഈ കാലഘട്ടം ജാതികൾക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചതാണ്. അബ്രഹാം തനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പുറത്ത് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ ദാസിയിൽ നിന്ന് തനിക്കൊരു മകൻ ജനിച്ചു. ദൈവം അതിന് അബ്രഹാമിനെ ശിക്ഷിച്ചു. അതിനും വേറൊരു കണക്കാണ്. അത് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. അതിൻ്റെ ഞാനതാ പറഞ്ഞ ഇങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. എനിക്കത് കിട്ടിയേ കൊള്ളായിരുന്നു, ഇതുവരെയും കിട്ടിയില്ല. അബ്രഹാമിനോടുള്ള വ്യക്തിപരമായ ഡീലിങ്ങിൽ 7കളുടെ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഒത്തിരി പണിഷ്മെൻറ്റുകൾ മാറുന്നത് എൻ്റെ കൈ കിട്ടിയില്ല. എനിക്കറിയാമായിരുന്നു, മറന്നുപോയി. ഇനി റെഫറൻസ് തപ്പി എടുക്കാനുള്ള പ്രായം എൻ്റെ കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ദൈവം കുറേ വർഷങ്ങൾ വീതം മാറ്റാറുണ്ട്. അബ്രഹാമിന് കെതൂറ എന്ന് പറയുന്ന വേറൊരു ഭാര്യയുണ്ടായിരുന്നു. തൻ്റെ ദാസിയിൽ നിന്ന്, ഹാഗറിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചതിനെ ദൈവം എതിർത്തു. ആ അടിമയും കുഞ്ഞിനെ വെളിയിലാക്കാൻ പറഞ്ഞു. പക്ഷെ കെതൂറയെക്കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. വൈ? ഇസ്രയേലിൽ നിന്ന് മാത്രമല്ലാതെ ജാതികളിൽ നിന്ന് ദൈവത്തിന് മക്കളെ തിരഞ്ഞെടുക്കും എന്നതിൻ്റെ തെളിവാണ് ദൈവം അബ്രഹാമിൽ കാണിച്ചു കൊടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിന് സാറയിൽ നിന്ന് ജനിക്കുന്ന മക്കൾ മാത്രമല്ല, കെതൂറയിൽ നിന്ന് ജനിക്കുന്ന മക്കളെയും അബ്രഹാമിനുള്ളവരാണ് എന്ന് അടയാളം കൊണ്ട് കാണിക്കേണ്ടതിനാണ്, അല്ലെങ്കിൽ പുതിയ നിയമസഭയെ അബ്രഹാമിൻ്റെ ആത്മീയ കൊച്ചുമക്കളെന്ന് വിളിക്കും എന്ന് കാണിക്കേണ്ടതിനാണ് കെതൂറയുടെ വിവാഹം അനുവദിച്ചത്. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഭയങ്കര വിപ്ലവമായിരുന്നു പാളയത്തിൽ മൊത്തം. പക്ഷെ വിപ്ലവം ഉണ്ടാക്കിയതിനെ മൊത്തം ദൈവം ശാസിച്ചു. ജാതികളുമായി ഇണയില്ല പിണ കൂടുന്ന ദൈവം അനുവദിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് എന്തുകൊണ്ടൊരു എക്സെപ്ഷൻ മോശയ്ക്ക് കൊടുത്തു? ദൈവം ജാതികളിൽ നിന്ന് ഒരു ശേഷിപ്പിനെ, നമ്മെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അത് ചെയ്തു. യേശു പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ പോറ്റേണ്ടതാണ്, അവയെയും ഞാൻ കൊണ്ടു നടക്കേണ്ടതാണ്. 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ യഹൂദന് നിർണയിച്ചു കൊടുത്തിരിക്കുന്ന 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ
നമ്മെ ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവത്തിന് രാജകീയ പുരോഹിതവർഗമാക്കി മാറ്റുവാൻ തമ്പുരാന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം കാണിച്ച മാതൃകകളും എക്സാമ്പിളുകളുമായിരുന്നു മുമ്പേ പറഞ്ഞത്. ഈ കാലഘട്ടം ദൈവം അതിനുവേണ്ടി മാറ്റിയിട്ടിരിക്കുക. ഇതിനെ ജാതികളുടെ കാലമെന്ന് വിളിക്കും. കാര്യം നാം ദൈവസഭയിലേക്ക് വരുന്ന കാലമാണ്. ഇനിയും എന്തുകൊണ്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ഇസ്രയേലിനെ മൊത്തം അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കൊണ്ടുവന്നത്. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ എബ്രായൻ പോയില്ല, ഇസ്രയേൽ പോയില്ല. പോകാതെ വന്നതോടെ ദൈവം പറഞ്ഞു, ജാതികൾക്കും ന്യായം പാലിക്കേണ്ടതിന് ഞാൻ സകല ജാതികൾക്കും വേണ്ടി എൻ്റെ രക്ഷയെ ഒരുക്കും. അതിനകത്തൊരു ജാതിയില്ല, വർഗമില്ല, ഭാഷയില്ല, വംശമില്ല, ഒന്നുമില്ല. സകല ജാതികൾക്കും വേണ്ടി ഞാൻ എൻ്റെ രക്ഷയെ ഒരുക്കിയെടുക്കും. അതായിരിക്കും കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും അയച്ചത് യഹൂദനായിട്ടാണ്. താൻ യഹൂദനായി യഹൂദന്മാർക്ക് വേണ്ടി വന്നവനാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, യേശുവിനെ തള്ളിക്കളഞ്ഞു. യേശുവിനെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ പിതാവ് ജാതികളിലേക്ക് തൻ്റെ ദൃഷ്ടി തിരിക്കുകയും മുൻനിർണയപ്രകാരം നമ്മെ ക്രിസ്തുവിൽ ദത്തെടുത്ത് ദൈവമക്കളാക്കുവാൻ, ആ പദം അത് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ ദത്തെടുത്ത് ദൈവ മക്കളാക്കുവാൻ തമ്പുരാൻ പ്രസാദിക്കുകയും അങ്ങനെ നമുക്കൊരവസരം തരികയും ചെയ്തു. ഈ കാലഘട്ടമാണ് 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ കാണുന്ന ജാതികളുടെ കാലം എന്നറിയപ്പെടുന്ന കാലം. അന്ന് ഇവിടെ തകൃതി പിടിച്ച ഭരണമാണ്. നമ്മളെ ഭരണമെന്നുള്ള ആശയത്തിൽ കൂടെ ഏറെക്കുറെ മനസ്സിലാകാത്ത പോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളും അതും ഇതുമൊക്കെ. ഇവിടെ തകൃതി പിടിച്ച ഭരണമാണ് പല കാര്യങ്ങളും. പക്ഷേ തമ്പുരാൻ ഈ സമയം മാറ്റിവെച്ചിരിക്കുന്നത് നശിക്കേണ്ട രാജാക്കന്മാർക്ക് നശിക്കാനും നന്നാകേണ്ടവന് നന്നാകാനും അതോടൊപ്പം നമുക്ക് ദൈവമക്കളായി മാറുവാനുമുള്ള ഒരു പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ 69 ആഴ്ചവട്ടങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, BC 445 മാർച്ച് 14 എന്നൊരു ഡേറ്റ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആ ഡേറ്റിലേക്കൊക്കെ ഇനി വരാൻ പോവാം. ദാനിയേൽ പ്രവചനം തന്നെ 9-ാം അധ്യായം തന്നെ ദയവായി 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദാനിയേൽ 9:15. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമമുണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. 24 വായിച്ചേ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അത് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം മതി. 62, 7, 69 ആണെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ജനത്തിന് ഈ സമയം തീരുമാനിച്ചിരിക്കുക. അത് എന്നു മുതലാണ് ഈ സമയം എണ്ണിത്തുടങ്ങേണ്ടത്? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ, വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 70 ആഴ്ചവട്ടം, 69 ആഴ്ചവട്ടം. യെരൂശലേമിനെ വീഥിയും കിടങ്ങുമായി യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. യെരൂശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ ഏത് രാജാവ് കൽപ്പന കൊടുത്തെന്ന് ഓർക്കും അറിയത്തില്ല, എനിക്കറിയാൻ വയ്യ. പക്ഷേ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്ത ചരിത്രം ബൈബിളിൽ കിടപ്പുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് നശിച്ചു പോയത് വീണ്ടും പണിതുകൊണ്ട് വരിക. എനിക്കൊരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചു, അല്ലെ പൊളിഞ്ഞു പോയി, വീണ്ടും ആ വീട് നന്നാക്കി കൊണ്ടുവരുന്നതിനാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത്. എൻ്റെ മേശപ്പുറത്ത് കുറേ സാധനം ഇരിപ്പുണ്ടായിരുന്നു, മേശ കമന്ന് താഴെ വീണു, എല്ലാം പോയി. അത് തിരിച്ച് പഴയതുപോലെ പെറുക്കി വെക്കുന്നതിനെയാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത്. യെരൂശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ, യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുക്കുന്നത് അർത്ഥശിഷ്ട രാജാവ നെഹമ്യാവിൻ്റെ കയ്യിലാണ് കൽപ്പന കൊടുക്കുന്നത്. ബാബേൽ രാജാക്കന്മാർ പോയി യെരൂശലേമിനെ തകർത്തു ഇവന്മാർ. എന്നാൽ രണ്ടാമത്തെ രാജാക്കന്മാർ രംഗത്ത് വന്നതോടെ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിതുകൊള്ളുവാൻ ഇവരാണ് കൽപ്പന കൊടുക്കുന്നത്. ഇവർ കൊടുക്കത്ത കൽപ്പന പേർഷ്യൻ ലിപിയിൽ എഴുതിയിരുന്നത് ഭൂഗർഭശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ കിട്ടി. ഇതിന് ആധികാരികമായിട്ട് ഒരൊറ്റ പുസ്തകം മാത്രമേ എനിക്ക് റെഫർ ചെയ്യാനുള്ളൂ, ഒരൊറ്റ ചരിത്ര ഗ്രന്ഥം മാത്രമേ
ഇസ്രയേലും ജാതികളും എന്നൊരു പുസ്തകമുണ്ട്. ഇസ്രയേലും ലോകജാതികളും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് മാത്രമേ ആധികാരികമായി ഞാനത് കണ്ടുള്ളൂ. അതിനകത്ത് എഴുതിയിരിക്കുന്നതനുസരിച്ച് BC 445 മാർച്ച് മാസം 14-ാം തീയതി, BC 445 മാർച്ച് മാസം 14-ാം തീയതി അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൊടുത്ത കൽപ്പനയുടെ പകർപ്പ് എന്ന് കളിമൺ പലകയിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഹമ്യാവ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വനം വിചാരകന്മാർക്ക് തടി തരാനും നാട്ടുരാജാക്കന്മാർക്ക് പണി ഉഴപ്പരുതെന്ന് കാണിച്ചും യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന വാങ്ങി. നാട്ടുരാജാക്കന്മാർ ഇവർക്ക് കപ്പം കൊടുക്കണമെന്നും അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കണമെന്നും പണിയുന്നവരെ സഹായിക്കണമെന്നും എന്നിത്യാദികൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇത് മുഴുവനും കൂടെ അർത്ഥശിഷ്ട രാജാവിൻ്റെ കയ്യിൽ നിന്ന് നെഹമ്യാവ് എഴുതി വാങ്ങിച്ചു. എഴുത്തും കൊണ്ടാണ് വന്നത് എന്ന് എസ്രായുടെ പുസ്തകത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുമൊക്കെ ആയിട്ടുണ്ട്. ഈ കൊടുത്തയച്ച കൽപ്പനയുടെ കളിമൺ കോപ്പിയിൽ പകർപ്പ്, അക്കാലങ്ങളിൽ കൽപ്പനകൾ എഴുതുന്നത് കളിമൺ പലകയിലാണ്. നമ്മുടെ മേച്ചിൽ ഓടുകൾ ചുടുന്നത് പോലെ അത് ചുട്ട് സൂക്ഷിക്കുകയാണ് അന്നത്തെ പതിവ്. അങ്ങനെ ചുട്ട് സൂക്ഷിച്ചിരിക്കുന്ന പലകയുടെ കോപ്പി അല്ലെങ്കിൽ പലക ഭൂഗർഭശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ കിട്ടുകയും ഇന്ന് സൗദിയിലുള്ള പേർഷ്യൻ മ്യൂസിയത്തിൽ അതിൻ്റെ കോപ്പി ഇന്നും സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. ആ പുസ്തകത്തിൽ എനിക്കതിക്കവിഞ്ഞ് യാതൊരു രേഖയും അതിനെക്കുറിച്ച് പറയാനില്ല. സൗദിയിൽ പേർഷ്യൻ ലിപിയിൽ, പഴയ പേർഷ്യൻ ലിപിയിൽ എഴുതി കളിമൺ പലകയിൽ എഴുതി ചുട്ട ആ കൽപ്പനയുടെ കോപ്പി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്തതാണെന്നും പറയുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് BC 445 മാർച്ച് മാസം 14-ാം തീയതി എന്നാണ്. BC 445 എന്നൊരു കണക്കല്ല എഴുതിയിരിക്കുന്നത്, ഇന്ന രാജാവിൻ്റെ ഇത്രാം ആണ്ടിലെന്നായിരിക്കും. BC 445 എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പലകയിൽ എഴുതി ആരും തെറ്റിദ്ധരിക്കരുത്. നോ, BC എന്നൊരു കണക്ക് ക്രിസ്തുവിന് മുമ്പില്ല. ക്രിസ്തുവിന് മുമ്പേ BC ഇല്ല. പിന്നെ ഇതൊക്കെ കണക്കുണ്ടാക്കിയത്. ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ. തങ്ങൾ ദൈവങ്ങളെന്ന് സ്വയം വിളിച്ചവരും തങ്ങൾ വലിയവരെന്ന് അഭിമാനിച്ചവരും ഒക്കെ മിക്കവാറും രാജകുടുംബങ്ങളിൽ പിറന്നവരാണ്. അങ്ങനെ രാജകുടുംബങ്ങളിൽ പിറന്നവരും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നവരുമായവരാണ് പലപ്പോഴും ഞങ്ങൾ ദൈവങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത്. ഈ കേരളത്തിൽ മാപ്രാമ്പള്ളി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആരെങ്കിലും അല്ല, മാപ്രാമ്പള്ളി, സോറി, കൂത്രപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്, കോട്ടയം എടുക്കൽ. അവിടുത്തെ ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. കൂത്രപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ആ സ്ഥലം അറിയുന്ന പോലെ പാസ്സൊക്കെ ആ സ്ഥലം അറിയാം. അവിടുത്തുകാരനല്ലല്ലോ, ആന്നേലും അദ്ദേഹത്തിൻ്റെ കാര്യമല്ല, അവരുണ്ടെങ്കിലും അവരുടെ കാര്യമല്ല. കൂത്രപ്പള്ളി എന്നൊരു ധനികനായ മനുഷ്യനുണ്ട്. ധനികനായൊരു മനുഷ്യൻ. ഒരിക്കൽ പുള്ളി തീരുമാനിച്ച് ദൈവമാകുക. അയാൾ കുറേ വസ്തുവൊക്കെ ആളുകൾക്ക് പൗത്ത് കൊടുത്ത്, കുറേ പശുവിനെയും കാളയും ഒക്കെ ആളുകൾക്ക് കൊടുത്ത്, കുറേ ശിഷ്യന്മാരെ ഉണ്ടാക്കി, ചുവന്മാരെല്ലാം കൂടെ പറഞ്ഞ് ഇത് ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ദൈവമായി അഭിനയിച്ചു. പക്ഷേ ദൈവമായി സ്വയം അഭിനയിച്ചവരൊക്കെ ഒന്ന് രാജാക്കന്മാരും അല്ലെ പ്രഭുക്കന്മാരും എന്ന് പറഞ്ഞാൽ 10 പേർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്നവരായിരുന്നു. കൂത്രപ്പള്ളി ദൈവത്തെ കൊണ്ട് ഞാൻ ദൈവം അല്ലെന്ന് പറയിപ്പിച്ച ഒരു പുള്ളിയുണ്ട്. അതാണ് മാപ്രാമ്പള്ളിയിൽ എന്ന് പറയുന്ന ഒരു വീടുണ്ട്. കൂത്രപ്പള്ളി തന്നെയുള്ളൊരു വീടാണ്. അവിടെ കിട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഒരു ഗുണ്ടയായിരുന്നു. മാപ്രാമ്പള്ളിയിലെ കിട്ടൻ എന്നവൻ അറിയപ്പെട്ടിരുന്നു. കിട്ടൻ മാത്രം ഇയാളെ കൊണ്ട് ഞാൻ ദൈവം അല്ല എന്ന് പറയിപ്പിച്ചു. ഒരു ദിവസം ദൈവം രഥത്തെ കയറി, ആളുകളെല്ലാം രഥത്തിലെടുത്തോട്ട് പോവാ ദൈവത്തെ. ഇറങ്ങി വരുവത്തിന് കിട്ടൻ കയറി വീണു ഒരു വലിയ കടാരിയുമായി. നിൽക്കടാന്ന് പറഞ്ഞിട്ട് കൂടെ അവർ നിൽക്കാതെ പറഞ്ഞു, നിന്നെ എല്ലാം കുത്തും, മര്യാദയ്ക്ക് ദൈവത്തെ താഴെ ഇറക്കി വിടാൻ പറഞ്ഞു. ഉമ്മരി വെച്ച് തന്നെ എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ പല മനുഷ്യരെ കൊന്നിട്ടുണ്ട്, പലരെ കൊന്നിട്ടുണ്ട്, ഒരു ദൈവത്തെ കൂടെ കൊന്ന ക്രെഡിറ്റ് വേണം അതിനാ. ദൈവത്തെ കുത്തിയാൽ ചോര വരുമോ എന്ന് നോക്കാനാ, മറ്റു കൂടുതൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. മറ്റേ പുള്ളി കൈ രണ്ടും കുപ്പിത്തേരെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് കിട്ടാ, എന്നെ വിടറാ, ഞാൻ വെറും മനുഷ്യനാണ്, ദൈവമല്ലെന്ന് പറഞ്ഞു. എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. ഇനി ആരോട് മണ്ടത്തരം പറയരുത്, പൊക്കോളാൻ പറഞ്ഞു. മാപ്രാമ്പള്ളി കിട്ടനെ കൊണ്ടേ ഇത് ഒത്തിട്ടുള്ളൂ. ഒരുപാട് പേര് ദൈവങ്ങളാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. രാജാക്കന്മാർ പോലും അവരുടെ ഭരണത്തിനൊത്തവണ്ണം വർഷങ്ങളെ മാറ്റാൻ ഈറ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ ബുദ്ധവർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ പിന്നെ ഓരോന്നിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി ദൈവങ്ങൾ അവരുടെ പേരിൽ വർഷങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ഞാൻ ജനിച്ചതാണ് ഭൂമിയിലെ വർഷം തുടങ്ങുന്നത്, അല്ലെ ഞാൻ രാജാവായതാണ്, അല്ലെ ഞാൻ ദൈവമായി മാറിയതാണ്. ഇങ്ങനെ അവരുടെ പേരിൽ ഒത്തിരി പേര് ഇറ, വർഷങ്ങൾ, കാലക്കണക്കുകൾ, കൊല്ലവർഷം, മലയാളത്തിലുള്ള ഒന്നാ കൊല്ലവർഷം, ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ യേശുവിൻ്റെ വരവോടുകൂടെ
ഇതെല്ലാം തൂത്ത് കളഞ്ഞേച്ച് BC ഇത്രയായിരുന്നു അവൻ, AD ഇത്രയാണ് ഇവനെന്നും പറഞ്ഞ് തിരിച്ചിട്ടു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? കാർത്തികപ്പള്ളി രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ വർഷം മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ കാർത്തികപ്പള്ളി മഹാരാജാവ് ഉണ്ടായ വർഷമാണ് വർഷങ്ങളുടെ 1-ാം വർഷമെന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ കാർത്തികപ്പള്ളി മഹാരാജാവിൻ്റെ കണക്കനുസരിച്ച് 18-നോ 20-നോ വർഷത്തിൽ അങ്ങേര് രാജാവായി. യേശുവിൻ്റെ വരവോടെ BC 300-ൽ അവൻ രാജാവായിരുന്നായി. ഇതിങ്ങളുടെ മുഴുവനും കാലക്കണക്കങ്ങ് മായിച്ചു, മൊത്തം തൂത്ത് കളഞ്ഞേച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി, അല്ലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഇറാസ് മാറ്റിത്തിരിച്ചു. അതിനു മുമ്പ് ഏത് ഇറയിലാണ് ഇതെന്നറിഞ്ഞുകൂടാ. നമ്മുടെ ബൈബിളിലൊക്കെ അർത്ഥശിഷ്ട രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ, നമ്മൾ ഇന്ന് AD അന്നോ ഡോമിനി ഇൻ ദ ഡേയ്സ് ഓഫ് അവർ ലോഡ്, ക്രിസ്തു വർഷം 2012 എന്ന് പറയുന്നത് പോലെ അർത്ഥശിഷ്ട രാജാവിൻ്റെ 2-ാം ആണ്ടിൽ, അന്നത്തെ വർഷം അതായിരുന്നു. ഒറ്റയടി യേശുവിൻ്റെ വരവോടുകൂടെ ഇത് മുഴുവനും തുടച്ചു മാറ്റിയേച്ച് ക്രിസ്തുവിന് ഇത്ര വർഷം മുമ്പേ, ക്രിസ്തുവിന് ഇത്ര വർഷം ശേഷം എന്നിങ്ങനെ ചരിത്രം യേശു അങ്ങ് പുതുക്കി. യേശു ഒരു ധനികനായിട്ടല്ല ജനിച്ചത്, പക്ഷെ മഹാധനികൻ്റെ മകനായിരുന്നു. യേശു ഒരു കുബേരനായിട്ടല്ല ജനിച്ചത്, പക്ഷെ നിത്യതയിലെ കുബേരൻ്റെ ഏകജാതനായിരുന്നു. യേശു ഒരു രാജാവായിട്ടല്ല ജനിച്ചത്, പക്ഷെ രാജാധിരാജാവിൻ്റെ മകനായിരുന്നു. യേശു വംശങ്ങളുടെ പിതാവായി സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായി. അപ്പോൾ ഈ BC 445 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ കളിമൺ പലകയിൽ BC 445 എന്ന് എഴുതി എന്നല്ല പറഞ്ഞത്, ഈ കണക്കനുസരിച്ച്. ഇനി ഞാൻ കണക്കിലോട്ട് പോവുക. ഞാൻ ഇവിടെ നിൽക്കുന്ന കണക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനന ദിവസത്തെ, ഒന്നുകൂടെ പറയാം, ഞാൻ പറയുന്നത് തെറ്റാണ്, പക്ഷേ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന ഈ കണക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനന ദിവസത്തെ 0 എന്ന് വിളിച്ച് അവിടെ മുതൽ മുന്നോട്ട് AD എന്നും അവിടെ മുതൽ പുറകോട്ട് BC എന്നും വിളിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നതനുസരിച്ച് അന്നോ ഡോമിനി അല്ലെങ്കിൽ ഇൻ ദ ഇയേഴ്സ് ഓഫ് അവർ ലോഡ്, ഏറെക്കുറെ യേശുവിൻ്റെ കാൽവറി മരണം മുതൽ, അങ്ങനെയാണ് ഇന്ന് പറയുന്നത്. അതും തെറ്റാ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കണക്ക് യേശു ജനിച്ച ദിവസത്തെ 0 എന്ന് കണക്ക് കൂട്ടി അവിടെ മുതൽ മുന്നോട്ട് ക്രിസ്തു വർഷം എന്ന് എണ്ണി. അങ്ങനെയായിരുന്നു ആദ്യം ഇത് തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായി. ഒരു 32 വർഷത്തോളം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി, 40 വർഷത്തോളം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു മരിച്ചതായിക്കോട്ടെ, അങ്ങനെയാണ് ഈ അന്നോ ഡോമിനി ഇന്നാക്കിയത്. ഇന്നത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് അതും തെറ്റായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനം BC 4-ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ കണക്കെല്ലാം കൂടെ തിരുത്താൻ നോക്കുകയില്ല, കാര്യം AD BC ഇട്ടുപോയി, മൊത്തം അങ്ങ് കലണ്ടർ ചെയ്തു പോയി. ഇനി ഒന്നും ചെയ്യാൻ നോക്കുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ കണക്കനുസരിച്ച് BC 4-ൽ ക്രിസ്തു ജനിച്ചു എന്നാണ് എണ്ണപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ക്രിസ്തു വർഷം കണക്കാക്കുന്നത് എങ്ങനെ? ഞാൻ വെറും ഉദാഹരണം പറയുക, കറക്റ്റല്ല. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, സഭ പരന്നു തുടങ്ങിയതോടെ അങ്ങനെ ആയിരുന്നാൽ ഇത് എന്നായിരുന്നു ജനിച്ചതെന്ന് കണക്കാക്കണമല്ലോ നന്നായി. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, പത്രോസിൻ്റെ 60-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അന്ന് എനിക്ക് 30 വയസ്സുണ്ട്, ഇപ്പം എനിക്ക് 90 എന്ന് പറഞ്ഞാൽ പത്രോസ് 60 വയസ്സിൽ ഞങ്ങൾ പരിചയപ്പെട്ടു, അങ്ങേര് മരിച്ചിട്ട് അത് 60 കൊല്ലം മുമ്പായിരുന്നു. അപ്പോൾ പത്രോസിൻ്റെ ചെറുപ്പത്തിൽ 120 വയസ്സ്, 120 വർഷത്തിന് മുമ്പായിരുന്നു പത്രോസ് ഉണ്ടായത്. പത്രോസിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് യേശുവിൻ്റെ ശിഷ്യനായത്? ഇത്രാമത്തെ വയസ്സിലാണ്. അന്ന് യേശുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? 30. അങ്ങനെ കണക്ക് കൂട്ടിയാണ് ഇന്ന ദിവസമാണ് യേശു ജനിച്ചതെന്ന് ആദ്യം കണക്കാക്കുന്നത്. പത്രോസിനെയാണ് ബേസിക്കലി എടുത്തത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ പറഞ്ഞാൽ പത്രോസിന് അന്ന് അതല്ലായിരുന്നില്ല പ്രായം, തെറ്റിയല്ലോ. 10-30 വയസ്സിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ 10-40 വർഷത്തോളം വ്യത്യാസം കാണുന്നു. ഇത് പത്രോസ് തന്നെയല്ലല്ലോ, ഒത്തിരി പേരുടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അന്നോ ഡോമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്, ഇൻ ദ ഡേയ്സ് ഓഫ് അവർ ലോഡ്. അന്നോ ഡോമിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി എന്ന ആഫ്റ്റർ ഡെത്ത് എന്നല്ല. അന്നോ ഡോമിനി ഇൻ ദ ഡേയ്സ് ഓഫ് അവർ ലോഡ്. പക്ഷേ അത് എന്ന് മുതലാണ് കണക്കാക്കുന്നത്? ശരി, കുരിശെന്നങ്ങ് ഇരിക്കട്ടെ, പൊടിറ്റ് ആഫ്റ്റർ ഡെത്ത്, അങ്ങനെ കണക്ക് കൂട്ടി. ഈ കണക്കെല്ലാം കൂട്ടിയിട്ടും പിന്നെയും കൂട്ടുമ്പോൾ ഇത് തെറ്റിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ നിഗമനം BC 4-ൽ ക്രിസ്തു ജനിച്ചു എന്ന്. ഇന്നത്തെ നിഗമനം BC 4-ൽ കണക്കിൽ BC 4-ൽ ക്രിസ്തു ജനിച്ചു എന്നാണ് കണക്ക്. പക്ഷെ ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്ന കണക്ക് അതല്ല. ക്രിസ്തു ജനിച്ചത് 0, അന്ന് മുതൽ ക്രിസ്തു വർഷം ആരംഭിക്കുന്നു എന്ന കണക്കനുസരിച്ചാണ് ഞാൻ ഇനി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അത് തെറ്റാന്ന് ഇപ്പോഴേ സമ്മതിച്ചു. പക്ഷെ ഞാൻ തെളിയിക്കാൻ പോകുന്ന പോയിൻ്റ് അതുകൊണ്ട് തെറ്റുകയില്ല. ഞാൻ തെളിയിക്കാൻ പോകുന്ന പോയിൻ്റ് അതുകൊണ്ട് തെറ്റത്തില്ല. എങ്കിൽ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാലും, ആ കണക്കനുസരിച്ച് BC 445 ഏപ്രിൽ 14-ാം തീയതി, മാർച്ച് 14-ാം തീയതിയാണ് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ അർത്ഥശിഷ്ട രാജാവ് കൽപ്പന കൊടുത്തത്. അന്നു മുതൽ
483 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 1,73,880 ദിവസം തികയുമ്പോൾ യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ 1,73,880 ദിവസം, അല്ലെങ്കിൽ 490 ദിവസം ഗുണം 360 ഇട്ടാൽ 1,73,880 കിട്ടും. ഞാൻ ഒന്നുകൂടെ അങ്ങനെ പറഞ്ഞു വരാം. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം തികയുമ്പോൾ, 69 ആഴ്ചവട്ടത്തിന് എത്ര ദിവസമുണ്ട്? 69 ഗുണം 7 ദിവസങ്ങളായി. ഒരു ദിവസം എന്ന് പറയുന്നത്, പ്രവചനത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് യഹൂദൻ്റെ ഒരു വർഷമാണ്. യഹൂദൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് 360. അങ്ങനെയാണെങ്കിൽ 490 ഗുണം 7 ഗുണം 360. കാൽക്കുലേറ്റർ ഉള്ളവർക്ക് എളുപ്പം ചെയ്യും. ഇതൊക്കെ കാൽക്കുലേറ്റർ കയറുന്നതേ ഉള്ളൂ, കൊച്ചു കണക്കുകളാണ്. 1,73,880 ദിവസം എന്ന് കിട്ടും. ഇനി BC 445, ക്രിസ്തു ജനിച്ചത് 0-ലാണെങ്കിൽ BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ 1,73,880 ദിവസം ചേർന്നാൽ AD 32 ഏപ്രിൽ 6 എന്ന് കിട്ടും. അതിനകത്ത് ലീപ്പ് ഇയേഴ്സ് വരും ഇന്നത്തെ കണക്കിലോട്ട് മാറ്റുമ്പോൾ. AD 32 ഏപ്രിൽ 6 എന്ന് കിട്ടും. അന്നൊരു സംഭവം നടന്നു. അതാണ് ഓശാന ഞായറാഴ്ച. ഇനി കണക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ക്രിസ്തു ജനിച്ചത് എന്നേലും ആയിക്കോട്ടെ, എനിക്ക് ഈ ദിവസമായിരുന്നു വേണ്ടത്. ഈ 1,73,880 ദിവസം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ പ്രഭു ഛേദിക്കപ്പെടും. അവനാരുമില്ല എന്ന് വരും. അതായിരുന്നു ആ 1,73,880 ദിവസം തികഞ്ഞ അന്നാണ് ഓശാന ഞായറാഴ്ച. AD 32 ഏപ്രിൽ 6. അന്ന് യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരുശലേമിലേക്ക് വരികയാണ്. ബാലകന്മാർ അവനെ രാജാവായി അംഗീകരിച്ചു. അഭിഷക്തനായ പ്രഭുവാണ്. ശിഷ്യന്മാർ യേശുവിനെ രാജാവായി അംഗീകരിച്ചു. ഞാൻ 1-2 പ്രാവശ്യം സഭായോഗത്തിന് അടുത്തത് തൊട്ടിട്ടുണ്ട്. ഈ കണക്ക് ഇത്രയും ക്ലിയറായിട്ട് പറയാൻ ഒത്തിട്ടില്ലെന്ന് മാത്രം. യെരുശലേമിൻ്റെ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടൊരു വാതിലുണ്ട്. കിഴക്കേ വാതിലിന് ഭയങ്കര പ്രധാനമാണ് യഹൂദന്മാർക്ക്. വർഷത്തിൽ ഒരു പ്രാവശ്യമേ തുറക്കത്തുള്ളൂ. അവരുടെ മഹാപുരോഹിതൻ ആ കിഴക്ക് വശത്തുനിന്ന് പടിഞ്ഞാറോട്ട് ഇറങ്ങി വരുമ്പോൾ യെരുശലേമിൻ്റെ കിഴക്കോട്ടുള്ള വാതിലിന് നേരെയാണ് വരുന്നത്. ഒലിവുമല യെരുശലേമിൻ്റെ പടിഞ്ഞാറേ വശമാണ്. ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു റോഡുണ്ട്. ആ റോഡ് നേരെ ദേവാലയത്തിലേക്ക് കയറേണ്ടതിന് വേണ്ടി കിഴക്ക് വശത്ത് ഒരു വാതിലുണ്ട്. രാജാക്കന്മാർ ആ വാതിലിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ ആ വാതിലിലൂടെ പ്രവേശിക്കും. ആ വാതിലിന് നേരെയാണ് യേശു ഇറങ്ങി വരുന്നത്. മലയുടെ തെക്കേ ചരിവ്, പടിഞ്ഞാറേ ചരിവ് ഇറങ്ങി വരികയാണ്. ജനങ്ങൾ മുഴുവനും യേശുവിനെ രാജാവ് നാർത്തു വിളിക്കാൻ തുടങ്ങി. സിയോൻ പുത്രി എന്നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നുവെന്ന് പഴയ നിയമപ്രവാചകന്മാർ പറഞ്ഞത് നടന്നു. കുരുത്തോലകൾ കയ്യിലെടുത്തുയർത്തിക്കൊണ്ട് ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഇസ്രയേലിലെ സാധാരണക്കാരൻ പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രമാണികൾ കിഴക്കേ വാതിൽ യേശുവിനെതിരെ അടയ്ക്കുകയും മിണ്ടാതിരിപ്പാൻ ജനത്തോട് പറയുക എന്ന് യേശുവിനോട് പറയുകയും ചെയ്തു. യഹൂദൻ അവരുടെ നേതൃസ്ഥാനം യേശുവിനെ അക്ഷരീകമായി തള്ളി. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 40-41 വാക്യങ്ങൾ ദയവായി വായിച്ചാലും. അതും ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞോളാം, ഇംഗ്ലീഷ് വായിക്കണമെന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 40-41 വാക്യം. ഇത് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ 69 ആഴ്ചവട്ടം തികയുന്ന അന്നത്തെ സംഭവമാണ്. 1,73,880 ദിവസങ്ങൾ തികയുന്ന അന്നത്തെ സംഭവമാണിത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19, 40, 41 വാക്യങ്ങൾ. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചു, ഇനി കയറാൻ ഇനി വന്നു.
ആ റോഡിൻ്റെ അടുക്ക വരെ എത്തി, അതിനെ കണ്ടു, അതിനെക്കുറിച്ച് വിലപിച്ചു. എന്നിട്ട് ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ നാളിൽ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം കിട്ടുകയില്ല. ഇംഗ്ലീഷ് വായിച്ചാൽ അത് ക്ലിയറാണ്. അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് യുവർ ഗിവൺ ഡേ, നിനക്ക് നൽകപ്പെട്ട ഈ ദിവസമെങ്കിലും 69 ആഴ്ചവട്ടം തികയുക. അറ്റ്ലീസ്റ്റ് ഓൺ ദൈ ദിസ് ഡേ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഓൺ ദൈ ദിസ് ഡേ, നിനക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഈ ദിവസമെങ്കിലും നീ അതറിയേണ്ടതായിരുന്നു. നീ അതറിയാതെ വന്നതിനാൽ നിനക്കയ്യോ കഷ്ടം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിന്നെ താഴെ തള്ളിയിടും. നിന്റെ മക്കളെ ലോകം മുഴുവനും ചിതറിക്കും. നീ ദോഷത്തിനിരയായിത്തീരും. നിന്നെ വീണ്ടെടുക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. യഹൂദൻ യേശുവിനെ തള്ളി. മശിഹ എന്ന സ്ഥാനത്ത് നിന്ന് യഹൂദൻ യേശുവിനെ തള്ളിയ, അഭിഷക്തൻ ഛേദിക്കപ്പെട്ട ആ ദിവസം മുതൽ ജാതികളുടെ കാലം ആത്മീയ ഭാഷയിൽ തമ്പുരാൻ നമുക്ക് കൈമാറി മാനസാന്തരത്തിനും രക്ഷയ്ക്കും നമുക്ക് അവസരം തന്നു. എനിക്ക് ഒരാശയം കംപ്ലീറ്റായി. എനിക്കിത് ഇത്രയും ക്ലാരിറ്റിയിലൊന്ന് കൊണ്ടുവരാൻ ഇന്ന് ആദ്യമാണ് സാധിച്ചത്. കഴിഞ്ഞ പല വർഷങ്ങളായി ഞാൻ നോക്കിയിട്ട് നേരമാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കണക്ക് കിട്ടാതെ പോകും. ഇന്നും എനിക്ക് റോമൻ ചരിത്രം കംപ്ലീറ്റ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ മെനക്കെട്ട് ഞാൻ ചരിത്ര വിദ്യാർത്ഥി അല്ല, എനിക്കിത് പഠിക്കുന്നത് എളുപ്പമല്ല. ഐ എം കൺഫ്യൂസ്ഡ്. പക്ഷേ അറിയേണ്ടത്രയും നമ്മൾ അറിഞ്ഞു, അറിയേണ്ടത്രയും കാര്യങ്ങൾ അറിഞ്ഞു. എനിക്ക് പഠിപ്പിക്കേണ്ടതും കൺഫ്യൂഷൻ ഇല്ലാതെ അറിയാവുന്നതുമായ കാര്യമാണ് ഇന്ന് രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചത്. ഡേറ്റ് അക്യുറസിയിൽ തമ്പുരാൻ നിന്നുകൊണ്ടൊരു വിളിച്ചു. ഇന്നെങ്കിലും നീ അത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. എബ്രിയേൽ വന്ന് പറഞ്ഞതുപോലെ അഭിഷക്തൻ ആ ആഴ്ചയിൽ ഛേദിക്കപ്പെട്ടു. അന്ന് അഭിഷക്തൻ തള്ളപ്പെട്ടു. അന്ന് എനിക്കും നിങ്ങൾക്കും മാനസാന്തരത്തിനുള്ള അവസരം ലഭിച്ചു. ഇതെത്ര നാൾ തുടരുമെന്നറിയാമോ? 69ാമത്തെ ആഴ്ചവട്ടത്തിന് ശേഷമുള്ള യഹൂദൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ദിവസം തീരും. ജാതികൾ നിന്നെ നശിപ്പിക്കും. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് കിട്ടിയോ അതോ ഇല്ലയോ അറിയാമോ? ഇൻ്റർനെറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും അതിനകത്തുണ്ടോ? ഈസ് ഇൻ്റർനെറ്റ് കംപ്ലീറ്റ്ലി അവൈലബിൾ? ഉണ്ടെങ്കിൽ 1-2 പിക്ചേഴ്സ് നമുക്ക് ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഉണ്ടെങ്കിൽ നാളത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ സമയത്തേക്ക് കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. നിന്നെ ലോകം മുഴുവനും പരത്തുകയും ലോകത്തിൻ്റെ അറ്റം വരെ നിന്നെ അടിമകളായി വിൽക്കുകയും നിന്നോട് ഈ ദോഷം ചെയ്യുകയും ചെയ്യുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞതിൻ്റെ ഗൗരവം, അടുത്ത ന്യായവിധി നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരുന്നതിന് മുമ്പേ ഇതിൻ്റെ ഗൗരവം കാണിച്ചു തരുവാൻ ഞാൻ ഒന്നുകൂടെ പറയാം. ആ ഭയം നമുക്കുളവാകേണ്ടതിന് വേണ്ടി യഹൂദനോട് ലോകം ചെയ്ത കുറേ ക്രൂരകൃത്യങ്ങൾ, അതിൻ്റെ കുറേ കാണിക്കാവുന്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. തപ്പിയെടുക്കാൻ ശ്രമിക്കാം. ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾ തപ്പിയെടുത്തതാണ്, ഒന്നുകൂടെ അത് തപ്പിയെടുക്കാൻ ശ്രമിക്കാം. ഞാൻ ഇൻ്റർനെറ്റിൽ ഇല്ലാത്ത 1-2 തൊടാം. കെ എബ്രഹാം സാറും കെ.വൈ. ഗീവർഗീസും മതിയായ ആധികാരിക രേഖകളോടുകൂടെ പ്രസൻറ്റ് ചെയ്തതാണ്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചത് യഹൂദ സ്ത്രീകളെ പിളർന്ന മറ്റൊന്നുമല്ലായിരുന്നു ശാസ്ത്രത്തിൻ്റെ നിഗമനം. യഹൂദ സ്ത്രീകളെ അവരുടെ ശത്രുക്കളുടെ പട്ടാളക്കാരുടെ കൈ ഇട്ടുകൊടുത്തു. അവർ ബലാത്കാരം ചെയ്യപ്പെട്ടു. പെൺകുട്ടികൾ മലിനമാക്കപ്പെട്ടു. അങ്ങനെ മലിനമാക്കപ്പെട്ട പെൺകുട്ടികളുടെ ഗർഭസ്ഥിതിയിൽ ഓരോ ദിവസവും, 1 ദിവസം 2 ദിവസം 3 ദിവസം 5 ദിവസം 10 ദിവസം, ഒരാഴ്ച 2 ആഴ്ച, അകത്തെ കുഞ്ഞിന് വളർച്ചയാകുമ്പോൾ, 1 ദിവസം മുതൽ അകത്തെ കുഞ്ഞിന് വളർച്ചയാകുമ്പോൾ ഈ അമ്മ മരുന്ന് പോലും കുത്തിവെക്കാതെ കട്ടിലോട് ചേർത്ത് കെട്ടി വയറ് പിളർന്ന് അകത്തെ കുഞ്ഞിൻ്റെ വളർച്ച എത്രയും എന്ന് കണ്ടുപിടിച്ച്, ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെ എന്ന് കണ്ടുപിടിച്ചത് യഹൂദ സ്ത്രീകളെ കൊന്ന. എന്താ കർത്താവ് ഇത്രയും അനുവദിച്ചത്? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അന്ന് വിളിച്ചത് തമ്പുരാൻ അംഗീകരിച്ചു. യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിനക്ക് സംഭവിക്കാൻ വായിച്ചു. ലൂക്കോസ് 41-19 41-42 കൂടെ വായിച്ചാട്ടെ. ഞാനിവിടെ നിർത്താൻ സമയവുമായി. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു.
ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. മതി. യേശു ഒരു സൂചനയായി എടുത്തു പറഞ്ഞു. നടന്നത് ഭയങ്കരമായിരുന്നു. അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് 2000-3000 ആളുകളെ ഒരുമിച്ച് ഇതുപോലുള്ള ഒരൊറ്റ ഹോളിൻ്റെ അകത്തോട്ട് അടുക്കി വെച്ച് കൊല്ലുന്നത്. ചത്തിട്ടട്ടി അടിക്കുകയല്ല, ജീവനോടെ വെച്ച്. വേറൊന്ന്, 1000-2000 പേരെ ഒരുമിച്ച് പിടിച്ച് 3-4 ദിവസം കൂടുമ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് കൊടുക്കും ചാകാതിരിക്കാൻ. ചത്താൽ ഇവനോടല്ലേ വൈരാഗ്യം അങ്ങ് തീരും. ചാകാതിരിക്കാൻ 3-4 ദിവസം കൂടുമ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് കൊടുക്കും. അസ്ഥിപഞ്ജരങ്ങളായി ശേഷിച്ച 1000 ഒരുമിച്ച് കിടക്കുന്ന കാഴ്ചകൾ ഇന്നത്തെ വെബ്സൈറ്റുകളിലുണ്ട്. ഇന്ന് കാണിക്കാൻ നമുക്ക് ജസ്റ്റ് ഓക്കെ ഗോ ത്രൂ ഇഫ് യു ക്യാൻ വെരി ഫാസ്റ്റ്ലി ഗോ. അതൊന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് നാളെ നമുക്കത് എടുക്കാം. ഇറ്റ് ഈസ് ടു മച്ച്. ആണ്ട കിടക്കുന്നത് കണ്ടു. ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ച് നിർത്തി. നാളെ ഇങ്ങോട്ട് വരും ക്ലീനായിട്ട്. നാളെ നമുക്കത് കാണാനെടുക്കും. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അവരെടുത്തത്. വെടിവെച്ച് കൊന്നതും നിരത്തിയിട്ടിരിക്കുന്നതും ആണ്ട കിടക്കുന്നത് മുഴുവനും ഇതുപോലെ തീർന്നതിൻ്റെ ശവങ്ങളാണ്. 1, 2, 10 ഒന്നുമല്ല. അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി എനിക്ക് എടുക്കാൻ പ്രയാസമാണ്. യഹൂദ വിരോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അന്ന് നടന്നതിനെക്കുറിച്ച് ആ ഗ്യാസ് ചേമ്പറാണ് കാണുന്നത്. അണ്ട് അതിനകത്തോട്ട് ആളുകളെ കൊണ്ട് കയറ്റുമ്പോൾ അത് ഗ്യാസ് ചേമ്പറാണ്. അതിനകത്തോട്ട് കൊണ്ട് കയറ്റുമ്പോൾ എന്നെ എടുക്കാനെന്ന് ആർക്കും അറിയത്തില്ല. ജനലക്ഷങ്ങളാണ് വെളിയിലോട്ട് വരുന്നത്. ഞാനിവിടെ 1 മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. അവിടെ എടുക്കുന്നു. പട്ടിണി കൊണ്ട് നിവൃത്തിയില്ലാത്ത പുള്ളികളെയാണ് ആ കാണുന്നത്. നിങ്ങൾ യഹൂദനോട് എന്തുവാ ചെയ്തതെന്നുള്ളതിൻ്റെ ഇന്നുള്ള രേഖകൾ മാത്രം. അന്ന് ഫോട്ടോഗ്രാഫി ഇതുപോലില്ല, അന്ന് ഇത്രയും സൗകര്യങ്ങളില്ല. അന്ന് കിട്ടിയത് എടുത്തു വെച്ചിരിക്കുന്ന ഈ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരിക്കലൊരു ഡോക്യുമെൻ്ററി കാണാനിടയായി. ഓരോ കൊലപാതകം നടക്കുമ്പോഴും ഓരോ യഹൂദനെ കൊല്ലുമ്പോഴും ഹല്ലേലൂയ കോറസ് പാടിക്കൊണ്ടാകുന്നിരിക്കുന്നു. അതാ കട്ടി. ഹല്ലേലൂയ കോറസും പാടിക്കൊണ്ടാകുന്ന ഞങ്ങളുടെ യജമാനനെ ക്രിസ്തുവിനെ കൊന്നതിന് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അവർ ദൈവത്തിനെന്തോ നന്മ ചെയ്യുന്നു എന്നുള്ള ആശയത്തിലാണ് ചെയ്തത്. ആ ഭാഗത്തല്ല ഞാൻ പോകുന്നത്. പക്ഷെ അവന് സംഭവിച്ചത് നമുക്ക് നാളെ അത് കുറച്ചെണ്ണം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നാളെ ഒന്നുകൂടെ എടുക്കാമത്. ഇതിവർക്ക് സംഭവിക്കുന്നതിന് മുന്നമേ യേശു അവരോട് പറയുന്നൊരു പ്രസ്താവനയാണ്. നിൻ്റെ നന്മയ്ക്കുള്ളത് ഇന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. സഹോദരന്മാരെ, ഈ ദിവസം നമുക്കുള്ള വാണിഞ്ഞ. അന്ന് യഹൂദന് കൊടുത്ത ദിവസം തീർന്നു. അവൻ അനുസരിക്കാതെ വന്നു തേണ്ടി ഇത് വാങ്ങി. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ദിവസമാണ്. ജാതികളുടെ കാലം തികയുന്ന അന്ന് ഒരൊറ്റ കാഹളം ധ്വനിക്കും. അന്ന് വരെ ഇവിടെ ശേഷിച്ച വിശുദ്ധന്മാർ ഇവിടുന്ന് മാറ്റപ്പെടും. യഹൂദൻ്റെ 70-ാം ആഴ്ചവട്ടം തുടരും. വീണ്ടും ഈ മൃഗം രംഗപ്രവേശനം ചെയ്യും. അന്തിക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായിട്ടായിരിക്കും അത് രംഗപ്രവേശനം ചെയ്യുക. അന്ന് 10 രാജാക്കന്മാർ ഒരുമിച്ച് ഭരിക്കും. അതേലാണ് കല്ലുകൊണ്ടുള്ള അടി കൊള്ളുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്തും ഇളകാത്ത തൻ്റേതായ രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിങ്ങളും ഭരണാധികാരികളായി ഭരിക്കും. ഇറ്റ്സ് ബിഗ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ജാതികളുടെ കാലം ഒന്ന് തൊട്ടു. കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് പ്രയോജനമായിരുന്നു. നാളെ മുതൽ ഈ ചാർട്ട് നമുക്ക് കാണത്തില്ല. നാളെ യഹൂദന് കിട്ടിയ ശിക്ഷയും തുടർന്ന് നമുക്ക് വരാൻ പോകുന്നതുമായ ന്യായവിധികളെക്കുറിച്ച് തൊടുവാൻ ഇതങ്ങ് മാറും. ഈ ചാർട്ട് വേറൊരു ചാർട്ട് വരും. ഓക്കെ, ഞാൻ ഇവിടോട്ട് നിർത്തട്ടെ. ഇതിനു മുമ്പും ഈ ആശയങ്ങൾ ഞാൻ തൊട്ടിട്ടുണ്ട്. ഗംഗാനഗരി മുതൽ തൊടുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ചാർട്ട് വെച്ച് അത് എടുത്തത് ഇച്ചിരൂടെ പ്രയോജനമാണെന്ന് തോന്നുന്നു. കാര്യം നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞു പോകുന്നത് ചുമ്മാ അങ്ങ് പോവല്ലാതെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കൊള്ളാമെന്ന് തോന്നുന്നു. ഇത് 100% പ്രയോജനമാണ്. പൊട്ടപ്പ 80% ഇത് പ്രയോജനമാണ് എന്ന അഭിപ്രായമുള്ള എത്ര പേരുണ്ടെയാണ് അവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായം ദയവായി കൈതാത്തിട്ടാലും. നാളെ നമ്മൾ അടുത്ത ചാർട്ടിൽ പോകും. ന്യായവിധികളായിരിക്കും. അതിനകത്ത് യഹൂദൻ്റെ ദാറ്റ്സ് എ ചാർട്ട്. ന്യായവിധികളായിരിക്കും. യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ശാപമായ സംഭവം മുതൽ ഭൂമിയിൽ നടക്കാൻ പോകുന്ന പല ന്യായവിധികളെക്കുറിച്ചും നടന്ന ചില ന്യായവിധികളെക്കുറിച്ചും തൊടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ താണു വരുവാൻ ഞങ്ങൾക്കിടയാക്കുന്നതിനായി സ്തോത്രം. തിരുമേനിയോട് ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവെ അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണേ. മുഴുമഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.